ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിന്റെ ഒരു ദിവസത്തെ നോമ്പ് അതെങ്ങനെ രാപ്പകലുകൾ കൈകാര്യം ചെയ്യണം എന്നതാണ് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുക എന്നതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട അല്പഞ്ചന കാര്യങ്ങൾ തന്നെ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നല്ല മനസ്സോടെ, നല്ല പ്രാർത്ഥനയോടെ, ഉണർവോടെ, ഉന്മേഷത്തോടു കൂടി നസീഹത്തുകൾ കേൾക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ സമയം ഫലപ്രദമായി തീരുകയുള്ളൂ. കേൾക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കുന്ന കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇരിക്കണം നമുക്കൊന്നും അറിവിന്റെ കുറവായിരിക്കില്ല, ഇഷ്ടംപോലെ അറിവും കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രാവർത്തിക മേഖലകളിലേക്ക് വരുമ്പോൾ പലപ്പോഴും പ്രിയപ്പെട്ടവർ പിറകോട്ട് മാറുന്നു എന്നതാണ് വസ്തുത. മറിച്ചൊരു കാര്യം നമുക്ക് കേൾക്കാൻ അവസരം ലഭിച്ചാൽ ഇന്നതാണ് ഈ വസ്തുത എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസി ആ നിലപാടിൽ മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ടവരെയും വിഷയത്തിലേക്ക് വരുന്നതിനും ഒന്ന് രണ്ട് ആയത്തിന്റെ അർത്ഥം ശ്രദ്ധയിൽപ്പെടുത്തണം. നമ്മുടെ മുന്നിൽ രണ്ട് വഴിയുള്ള, ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. സുഹൃത്തുക്കളെ, സ്വർഗം സന്തോഷത്തിന്റെ ലോകമാണ്, സമാധാനത്തിന്റെ ലോകമാണ്, അനുഗ്രഹത്തിന്റെ ഒത്തുചേരലാണ്. അല്ലെ, നമ്മളെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ബന്ധുക്കളൊക്കെ മരിച്ചു, ഓല് പോണ സമയത്ത് നമ്മളെ വിഷമം എന്താ, പടച്ചോൻ ഇനി കാണാൻ പറ്റൂല എന്ന്. എന്നാൽ സ്വർഗത്തിൽ ഓലൊക്കെ കാണാൻ പറ്റും. ജന്നാത്തു അദിനിൻ ലത്തി വഅത്തുഹും വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വസുദ്ദിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി മകാൻ. നിത്യവാസത്തിന്റെ സ്വർഗം. ഈ ക്ലാസ്സിന് ഇങ്ങനെ വന്നിരിക്കുമ്പോ, നോമ്പ് നോൽക്കുമ്പോ, നന്മകളിൽ സഞ്ചരിക്കുമ്പോ ആ അനുഗ്രഹത്തിന്റെ സ്വർഗം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ കാണണം. നിത്യവാസത്തിന്റെ സ്വർഗം ആരാണതിൽ പ്രവേശിക്കുന്നവനെന്നോ, ഒമൻ സലഹ മിൻ ആബാഇഹിം. ആ അനുഗ്രഹത്തിന്റെ സ്വർഗം നമ്മൾ ഇങ്ങനെ മനസ്സിൽ കാണണം. ആ ഒരു നീയത്താകണം നമ്മെ നോമ്പ് നോൽപ്പിക്കുന്നത്. വിശ്വാസികളെ, നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ നമുക്ക് പ്രചോദനമാകേണ്ട ആ സ്വർഗമാകണം. ആ ശാശ്വത ലോകത്ത് സ്വർഗം എന്താ? അതിലാരാണെന്നോ ഒത്തുചേരുന്ന ജന്നാത്തു അദിനിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗം. അല്ലലില്ലാത്ത, അലട്ടലില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത, വേദനകളില്ലാത്ത, രോഗമില്ലാത്ത, ടെൻഷനില്ലാത്ത വല്ലാത്തൊരു ലോകം. ഇവിടെ എന്തൊക്കെ സുഖങ്ങളും സന്തോഷങ്ങളും പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിലും ടെൻഷനാണ്, പ്രയാസങ്ങളാണ്, പരിവട്ടമാണ്, ബുദ്ധിമുട്ടാണ്, വിഷമങ്ങളാണ്. എന്നാൽ അതൊന്നുമില്ലാത്ത ലോകം നിങ്ങളുടെ മനസ്സിൽ കാണൂ. അതാണ് സഹോദര സ്വർഗം. ആ സ്വർഗത്തിൽ ആരൊക്കെയാണെന്നോ ഒത്തുചേരുന്നത്? സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ. വാപ്പയും ഉമ്മയും സാലിഹാകണം, മക്കളും സ്വാലിഹീങ്ങളാകണം. നമ്മൾ നമസ്കരിക്കും, നമ്മുടെ മക്കളും നമസ്കരിക്കണം. നമ്മൾ നോമ്പ് നോൽക്കും, നമ്മുടെ മക്കളും നോമ്പ് നോൽക്കണം. കുടുംബം മുഴുവനും ദീനിലാകണം. എങ്കിലേ സുഹൃത്തെ ശാശ്വത ലോകത്ത് ഒത്തുചേരാൻ പറ്റുകയുള്ളൂ. അതാണ് അനുഗ്രഹത്തിന്റെ സ്വർഗം. ആ സ്വർഗത്തിൽ അവരിങ്ങനെ കഴിച്ചു കൂട്ടുമ്പോ അള്ളാഹ് പറയാണ്, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. നാനാ ഭാഗത്തുനിന്നും മലക്കുകൾ ആ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. വിശ്വാസികളെ, സമാധാനത്തിന്റെ വാക്ക് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ ഇങ്ങനെ ആശീർവദിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് അള്ളാഹ് പറയുന്നു, ആർക്കാണ് പ്രിയപ്പെട്ടവരെ നിത്യവാസത്തിന്റെ സ്വർഗമെന്നോ? മുത്തഖീങ്ങൾക്ക് റബ്ബ് നൽകുന്ന സ്വർഗീയ ലോകമാണത്. ഈ സ്വർഗം കിട്ടണ്ടേ നമുക്ക്? ഈ സ്വർഗം കിട്ടേണ്ട പ്രിയപ്പെട്ടവരെ, എന്നാണ് ആ ലോകത്തേക്ക് വീട് മാറേണ്ടി വരിക എന്ന് പറയാൻ പറ്റുമോ? ഇന്നിരിക്കണ ഞാനും നിങ്ങൾ മരിച്ചാൽ സ്വർഗ നരകം തീരുമാനിക്കപ്പെടുകയായി. കുറെ കാലമുണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. ഈ റമളാനിലേക്ക് പടച്ച റബ്ബ് നമ്മെ എത്തിച്ചു. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, ഈ വിജ്ഞാന വേദികൾ പങ്കുകൊണ്ടിരുന്നവർ, തറാവീഹ് നമസ്കാരത്തിൽ നമ്മുടെ കൂടെ ഭാഗവാക്കായവർ, സുഹൃത്തെ നോമ്പ് തുറയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ ഇന്ന് ഖബറിലല്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവസരങ്ങളാണ് സുഹൃത്തുക്കളെ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, ഈ സ്വർഗം കിട്ടണം. മറ്റൊരു ലോകമേതാ? നരകത്തിന്റെ ലോകമാണ്. നരകം ഭയാനകമാണ് മുഅ്മിനീങ്ങളെ, വേദനയുടെ ലോകമാണത്. മരണപ്പെടാത്ത ലോകമാണ് നരകം. നരകത്തെ പറ്റിയുള്ള ആയത്തുകൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കണം. വിശ്വാസികളെ, നന്മയിലൂടെ മുന്നോട്ട് പോകാൻ നരകം നമ്മെ പ്രേരിപ്പിക്കണം. തിന്മയിൽ നിന്നകലാൻ നരകം നമ്മെ പ്രേരിപ്പിക്കണം. ഞാൻ ഓതിക്കൽപ്പിച്ചുവല്ലോ ഒരു വചനം, ഫാത്തിർ എന്ന സൂറയിലെ 2 വചനമാണ്. അതിനർത്ഥം പറഞ്ഞാൽ എന്റെ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരും. വിശ്വാസികളെ, നരകം എന്താ? മരിക്കാത്ത ലോകമാണ് നരകം. ആരാ പറയും? നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറബ്, ഈ വിസ്തൃതമായ പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയ പടച്ചറബാണ് പറയുന്നത്, സത്യനിഷേധി, നിനക്ക് നരകമാണുള്ളത്.
സത്യനിഷേധി, നിനക്ക് നരകമാണുള്ളത്. ഈ സത്യനിഷേധി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അമുസ്ലിങ്ങളല്ല സഹോദര, മറ്റുള്ള മതസ്ഥരല്ല, അള്ളാഹുവിനെ മനസ്സിലാക്കി, മുത്തറസൂലിനെ മനസ്സിലാക്കി, ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് മനസ്സിലാക്കിയിട്ടും റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ആ സത്യനിഷേധികൾ ബഹുഭൂരിഭാഗവും. കാഫിർ മുഅ്മിൻ പറയുമ്പോൾ നമ്മൾ വേർതിരിക്കുക, നമ്മളൊക്കെ മുഅ്മിനീങ്ങളും ഓലൊക്കെ കാഫിരീങ്ങളും. എന്നാ ഖുർആൻ പറഞ്ഞ കാഫിറും മുഅ്മിനും കറക്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോ സുഹൃത്തുക്കളെ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ അവസരം ലഭിച്ചിട്ടും അത് മൂടി വെക്കുന്ന, അതൊക്കെ മനസ്സിലാക്കിയിട്ടും ജീവിക്കാത്തവരാണ് സത്യനിഷേധികൾ. നോമ്പ് നോൽക്കണമെന്നറിയാം, നോൽക്കാത്തരത്ര മുസ്ലിം നാമധാരികൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ പുണ്യ റമളാനിന്റെ പവിത്രമായ രാപ്പകലുകളിൽ ഇബാദത്തുകളിലേക്ക് വരാതെ ഈ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്ത് വികൃതമാക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സുഹൃത്തുക്കളെ, സത്യനിഷേധികൾ എന്ന് പറയുമ്പോ നമ്മുടെ ഇതിൽ പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. അള്ളാഹുവിനെ മനസ്സിലാക്കി, മുത്തറസൂലിനെ മനസ്സിലാക്കി, ഖുർആൻ മനസ്സിലാക്കി, ജീവിതം ഇതല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും സൃഷ്ടിച്ച റബ്ബിനെ വിസ്മരിക്കുന്നവരാണ് സത്യനിഷേധികൾ. ആ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കണം. അല്ലാഹു പറയുന്നു, സത്യനിഷേധി, നിനക്ക് നരകമാണുള്ളത്, നിനക്ക് നരകമാണുള്ളത്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, മരണമെന്ന് വിധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നിനക്ക് മരിക്കാമായിരുന്നു. നരകത്ത് കത്തിയ മരിച്ചൂല പ്രിയപ്പെട്ടവരെ, റൂഹാണ് പിരിയൂല അല്ലേ? റൂഹ് ശരീരത്തിക്ക് നമ്മള് കബർക്കെത്തുന്നതോടുകൂടി, നമ്മൾ മരണപ്പെടുന്ന സമയത്ത് ഏറ്റെടുത്ത റൂഹ് കബറിലെത്തുന്നതോടുകൂടി തിരിച്ചു തരും. 4 മാസത്തിൽ റൂഹിനോടുകൂടി നമ്മൾ റൂഹ് ചൈതന്യമുള്ളവരായിത്തീരും. പിന്നെ നമ്മളെ റൂഹ് പിരിയും അല്ലെ? മലക്ക് വന്ന് നമ്മുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോയി ഇല്ലിയിലേക്കോ അല്ലെങ്കിൽ സുഹൃത്തെ സിജ്ജിയിലേക്കോ നമ്മുടെ റൂഹിനെ കൊണ്ടുപോകും. പിന്നെ ഖബറിലേക്ക് നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും കൊണ്ടുപോയി വെക്കുന്നതോടുകൂടി സുഹൃത്തെ ആ റൂഹ് ശരീരത്തിലേക്ക് തിരികെ വരികയാണ്. ശരീരത്തിൽ റൂഹ് ഉണ്ടാകുമ്പോഴല്ലേ വേദന അനുഭവിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, പിന്നീട് മരിക്കൂല. നരകത്തിലാണോ ഞാനും നിങ്ങളും എത്തുന്നെങ്കിൽ മരണമെന്നൊന്നില്ല. അള്ളയല്ലേ പറയുന്നത്, ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, മരണമൊന്ന് വിധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ മരിക്കാമായിരുന്നു. വേദന അറിയാമായിരുന്നില്ലല്ലോ, വേദന അറിയണ്ടല്ലോ. ശ്രദ്ധിക്കണേ എന്റെ മുഅ്മിനീങ്ങളെ, ഇത് പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല, അള്ളാന്റെ ഖുർആനിലെ വാക്കുകളല്ലേ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ച റബ്ബിന്റെ വാക്കല്ലേ. സത്യനിഷേധി, നിനക്ക് നരകമാണുള്ളത്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു, മരണം വിധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ മരിക്കാമായിരുന്നു. നരകത്തിൽ പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ ആഗ്രഹം എന്താ, അന്ത്യാഭിലാഷം എന്താ? ഒന്ന് മരിപ്പിക്കുമോ എന്ന് ചോദിക്കലാണ്. അങ്ങനത്തെ ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നരകത്തിൽ പ്രയാസപ്പെടുന്നവനെ സ്വർഗം ഓന് വേണ്ട, ഒരു വിഷമോ ഓന് ആകോന്റെ ആഗ്രഹം എന്താ? ഒന്ന് മരിപ്പിക്കോന്നാണ്. മാലിക് എന്ന മലക്കിനോട് സത്യനിഷേധിയായ മനുഷ്യൻ നരകത്തിൽ എരിപൊടി കൊള്ളുന്ന സമയത്ത് വിളിച്ചു ചോദിക്കുന്നു, യാ മാലിക്, യാ നാദു, യാ മാലികു ലിയഖ്ളി അലൈനാ റബ്ബുക, എന്നൊന്ന് മരിപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് ആവശ്യപ്പെടുമോ? ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ പ്രയാസപ്പെടുന്ന മനുഷ്യൻ ആഗ്രഹം, അവസാനത്തോന്റെ ആഗ്രഹം ഒന്ന് ജീവൻ പോയി കിട്ടിയാൽ മതിയായിരുന്നു. എന്താ വഴി? ആരെങ്കിലും ഇടപെടുമോ? ആരും ഇടപെടൂല. അപ്പൊ നരകത്തിന്റെ പാറാവുകാരന്റെ ലീഡർ ആരാ? മാലിക് എന്ന മലക്കാണ്. ആ മാലിക് എന്ന മലക്കിനെ വിളിച്ചു ചോദിക്കുന്നു, ഒന്ന് മരിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമോ? ആ സമയത്ത് മാലിക് എന്ന മലക്കിന്റെ ഇടപെടൽ എന്താണെന്നോ? ഇന്നക്കും മരണമെന്ന് കൊതിക്കേണ്ട കൂട്ടരെ, മരണമില്ലാതെ വേദനയിൽ വിഷമത്തിൽ നീറി മുന്നോട്ട് പോകുന്നൊരു ലോകമാണ് നരകം. ഇത് നമ്മുടെ മനസ്സിൽ നല്ല ഉണ്ടായിക്കോളും. അല്ലാഹു പറയാ, കദാലിക ജസീ കുല്ല കഫൂർ, സൃഷ്ടിച്ച റബ്ബിനെ വിസ്മരിച്ചവനെ, റഹ്മാനായ റബ്ബിനെ മറുത്തവനെ, ആവോളം ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ആ റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് സഞ്ചരിച്ചവനെ അനുഭവിക്കടോ, നീ ആസ്വദിക്കടോ, നീ അതിന് അർഹനാണെന്ന് അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. അപ്പോഴും നിൽക്കുന്നില്ല. തൊട്ടടുത്തായിട്ടെന്താവും, അതിലവൻ അലമുറയിട്ടുകൊണ്ടിരിക്കും. അള്ളാഹിന്റെ ഖുർആനിലെ വചനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹ് പറയുന്നു, അവൻ അലമുറയിട്ടുകൊണ്ടിരിക്കും, ആർപ്പുവിളി നടത്തിക്കൊണ്ടിരിക്കും. ആർത്തനാദം അതിൽ നിന്നുയരും. എവിടുന്ന്? നരകത്തിൽ വെച്ച്.
ഈ വഹും എന്നോതുമ്പോ ഞാനതിലുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടണം. ഈ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ അതിൽ പെടുമോ എന്ന് ഭയപ്പെട്ടോ? അള്ളാഹ് പറയാ, അവർ അതിൽ അട്ടഹസിച്ചുകൊണ്ടിരിക്കും, ആർപ്പ് വിളി നടത്തിക്കൊണ്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മരണത്തിന് ശേഷമുള്ള കരച്ചിൽ കേൾക്കാനുള്ള ഒരുക്കമല്ല. മരണത്തോടെ നമ്മൾ കരയും, ആർപ്പ് വിളി നടത്തും, നീട്ടിത്തരുമോ എന്ന് ചോദിക്കും, ദുനിയാവിലേക്കൊന്ന് തിരികെ വിടുമോ എന്ന് ചോദിക്കും. അതൊന്നും കേൾക്കാൻ സുഹൃത്തെ കരുണാമയനായ റബ്ബ് ഒരുക്കമല്ല. ഇപ്പൊ ഒന്ന് കരഞ്ഞു നോക്കാൻ അള്ളാഹ് കേൾക്കും. ഇപ്പൊ കരയണവൻ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മരണത്തിന് ശേഷമുള്ള കരച്ചിൽ കേൾക്കൂല. അത് നല്ലോ മനസ്സിലായിക്കോ. ഇപ്പൊ നിങ്ങൾ കരഞ്ഞു നോക്കാണീ, ആ കണ്ണീരിന് വിലയുണ്ട്. പരലോകത്തെ പറ്റി ഓർത്തുകൊണ്ടൊരു സഹോദരൻ കരഞ്ഞാൽ, അവന്റെ കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് കണ്ണുനീർ വീണാൽ അവൻ നരകത്തിൽ പോകേണ്ടി വരില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ഈ ആയുഷ്കാലത്തിനിടയ്ക്ക് എത്ര കരയാൻ പറ്റിയിട്ടുണ്ട്? എത്ര നമ്മുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്? കരഞ്ഞ കണ്ണുകളാണോ നമ്മുടെ കണ്ണുകൾ എന്ന് ആലോചിക്കണം. പോയി കിടക്കാനുള്ള നരകത്തെ പറ്റി ഓർത്ത്, ഹിസാബിനെ പറ്റി ഓർത്ത്, സിട്ടാവിന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഉത്തരം പറയുന്നതിനെ പറ്റി ഓർത്തുകൊണ്ട് വിടറാൻ, വേദനിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി പറയാ, വറജുൻ സക്കറല്ലാഹ ഖാലിയാ ഫഫാലത് ഐനാ. 7 കൂട്ടർക്കുള്ള സിംഹാസനത്തിന്റെ തണൽ നൽകുമെന്നാണ്. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. 7 കൂട്ടർക്കുള്ള സിംഹാസനത്തിന്റെ തണൽ. റസൂലുള്ളാഹി പറയാ, 7-ൽ 1 ഒരു മനുഷ്യൻ ഒറ്റക്കിരുന്നവൻ ഓർക്കുന്നു. ഒറ്റക്കിരുന്ന് ഇങ്ങനെ ആലോചിക്ക, പോയി കിടക്കാനുള്ള കബറിനെ പറ്റി, വിചാരണയെ പറ്റി, വന്നുപോയ തെറ്റുകുറ്റങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോ സുഹൃത്തെ, അവന്റെ മനസ്സിന്റെ വേദന അതാ കണ്ണുനീരായി ഇറ്റിറ്റായി വീഴുകയാണ്. ആടിയനുള്ള സിംഹാസനത്തിന്റെ തണൽ നൽകുമെന്നാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യലിജുൻ നാർ റജുലുൻ, ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല. മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നവർ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നോമ്പ് നോറ്റുകൊണ്ട് നസീഹത്തുകൾ കേൾക്കാൻ ആഗ്രഹത്തോടെ ഈ മജ്‌ലിസ് കടന്നു വന്നവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കൂട്ടത്തിൽ പെടണം. അല്ലാതെ മരിച്ചതിന് ശേഷം കരഞ്ഞിട്ട് കാര്യമില്ല, മരണം വരുമ്പോ കരഞ്ഞിട്ട് കാര്യമില്ല. അത് തിരിച്ചു നോക്കൂല. അതാണ് അതിൽ അവർ അലമുറയിട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് എന്താ പറയുന്നത്? റബ്ബനാ അഖ്രിജ്നാ, അല്ലാഹ് ഇതിൽ നിന്നും എന്നെ പുറത്താക്കണം. റബ്ബിനോട് പറയാണേ, ഒന്ന് പുറത്താക്കണം. എന്നിട്ട് എന്താ റബ്ബിനോട് പറയണത്? നഅമൽ സ്വാലിഹാ, സുകൃതങ്ങൾ ചെയ്തു കൊള്ളാം, ചിട്ടയോടെ ജീവിച്ചു കൊള്ളാം, ഖുർആൻ പാരായണം ചെയ്തു കൊള്ളാം, അള്ളാഹ് നീ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഞാൻ സഞ്ചരിച്ചു കൊള്ളാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ കേട്ടോ ഈ വാക്കുകൾ. നരകത്തിൽ പ്രയാസപ്പെടുന്ന മനുഷ്യൻ ആർപ്പ് വിളി നടത്തി അട്ടഹാസത്തോടുകൂടി പറയുകയാണ്, റബ്ബനാ അഖ്രിജ്നാ, ഇതിൽ നിന്ന് എന്നെ റബ്ബേ ഒന്ന് പുറത്താക്കണം. നഅമൽ സ്വാലിഹാ, സുകൃതങ്ങൾ ചെയ്തു കൊള്ളാം, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇന്നേ വരെ ചെയ്യാത്ത സകല നന്മകളും ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൊള്ളാം. ആ സമയത്ത് അല്ലാഹ് പറയുന്ന വാക്കെന്താണെന്നോ? അവലൻ നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. ഈ ആയത്ത് നിങ്ങൾ ഒന്ന് ഓതി നോക്കണം. ഈ ആയത്ത് നിങ്ങൾ നാളെ സുബഹിക്ക് ഖുർആൻ ഓതുമ്പോ ഒന്ന് അടിവരയിടണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ചോദിക്കാൻ കായിസ് നൽകിയില്ലടോ, നിനക്ക് സമയം നൽകിയില്ലേ? എത്ര അവസരങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു, എത്ര നസീഹത്തിന്റെ മജ്‌ലിസുകൾ നീ എത്തിപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ആയിരക്കണക്കിന് വാക്കുകൾ നീ കേട്ടിട്ടും അള്ളാഹു ചോദിക്കാൻ നീ ശ്രദ്ധിച്ചില്ലല്ലോ. അവലന്നു അമ്മിറുക്കും മാ യതദക്കറു ഫീ മൻ തദക്കറ. ആലോചിക്കാൻ മാത്രം ചാൻസുകൾ നിന്റെ ജീവിതത്തിൽ വന്നില്ലേ? എന്തായാലും മറുപടി പറയാം. ഈ ഇരിക്കണങ്ങൾ ആലോചിക്കുക, എത്ര റമളാൻ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. 10-30 റമളാൻ ഞാൻ പറയട്ടെ, ഇരിക്കണ പല ആളുകളെ പറ്റി എനിക്കറിയാം. ഒരു 10-25 റമളാനെങ്കിലും തൻ്റെ ഇടത്തോടെ നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഒരു 10-15 വയസ്സ് വരെയൊക്കെ ശ്രദ്ധയില്ലാത്ത റമളാന്റെ കാലമാണ്. ഈ ഇരിക്കുന്നതിൽ ഒട്ടുമിക്ക ആളുകൾക്ക് ഒരു 15-20 കൊല്ലത്തെ റമളാനെങ്കിലും അതിന്റെ ഈമാനികമായ മാധുര്യത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെയുണ്ട്. അപ്പൊ അള്ളാഹ് ചോദിക്കണം, അവൽ കണക്ക് ആയുസ് ഒന്നില്ലടോ, ചാൻസ് ഒന്നില്ലേ? എന്താ പറയാൻ പറ്റുക? മുന്നറിയിപ്പുകാർ വന്നില്ലേ? ക്ലാസ് കേട്ടില്ലേ? ഖുത്ബ കേട്ടില്ലേ? ഖുർആൻ ക്ലാസ് കേട്ടില്ലേ? വജാഅക്കും നദീർ, മുന്നറിയിപ്പുകാരൻ നിന്റെ സമീപത്ത് വന്നിരുന്നുവല്ലോ. അതുകൊണ്ട് ഫദൂഖു, ആസ്വദിക്കടോ നീ, അനുഭവിക്കടോ നീ. മരണം നിനക്കില്ല, നിനക്ക് വേദനയുടെ വർധനവ് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. നരകത്തിലെ അവസ്ഥയെ സുഹൃത്തുക്കളെ ഇങ്ങോട്ട് കുറയല്ല, ഇങ്ങനെ ഗ്രാഫ് വർദ്ധിക്കുക ചെയ്യുക. ആസ്വദിച്ചേക്കണേ.
അള്ളാഹു പറയാ ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. ശിക്ഷയിൽ ലഘൂകരണം നീ പ്രതീക്ഷിക്കണ്ട. മുന്നറിയിപ്പുകാർ വന്നു, അവസരങ്ങൾ തന്നു, ചാൻസുകൾ തന്നു, നീ ശ്രദ്ധിച്ചില്ല, അനുഭവിച്ചേ പറ്റൂ. അക്രമകാരികളെ, നിങ്ങൾക്ക് ഇന്നൊരു സഹായിയുമില്ല, ഒരാളും കൈപിടിക്കാനില്ല, കൂട്ടിനില്ല, ഒരു റെക്കമെൻഡുകാരില്ല. അങ്ങനത്തെ ഒരു ലോകത്തെ പറ്റി മനസ്സിൽ കണ്ടോക്കാണി. പേടിപ്പെടുത്താൻ പറയാണോ? അല്ല, ഇത് വസ്തുതയാണ്. ഈ ലോകത്തിന് നാഥനുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിന് പിന്നിൽ കഴിവുറ്റ നാഥന്റെ കൃത്യമായ ഇടപെടലുണ്ടെങ്കിൽ, എന്തിനു സുഹൃത്തുക്കളെ, ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ബോധ്യപ്പെടാൻ ഖുർആനെ പറ്റി ചിന്തിച്ച് ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം ഗൗരവമായി തീരുന്നത്. ഈ നരകം നമുക്ക് വേണ്ട. വേണോ? വേണ്ട. ഒരു സെക്കൻഡ് പോലും ആ നരകത്തിൽ എത്തിപ്പെടാൻ വിശ്വാസികളെ നമുക്ക് ഇടവരരുത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. നരകാഗ്നിയിൽ നിന്ന് റബ്ബേ ഞങ്ങളെ നീ രക്ഷിക്കണേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോ, മനസ്സുരുകി പ്രാർത്ഥിച്ചോ, കരളുരുകി പ്രാർത്ഥിച്ചോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നരകത്തിന് രക്ഷപ്പെട്ട് നിത്യവാസത്തിന്റെ സ്വർഗത്തിൽ ഇടം കിട്ടാൻ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ വിഷയം. ഒരു ദിവസത്തെ റമളാന്റെ ദിവസം എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്ന് അത് വേഗത്തിൽ ഞാൻ ഇങ്ങനെ ഓടിച്ചു പറയും. എപ്പോഴാ സമയം തുടങ്ങുന്നത്? നോമ്പിന്റെ സമയം തുടങ്ങുക അത്താഴം മുതലാണ്, അല്ലേ? ഒരു ദിവസത്തിന് തുടക്കം അത്താഴം മുതല. അത്താഴം ഒരു വിശ്വാസിക്ക് അനുഗ്രഹമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളും. അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വലിയൊരു സൗഭാഗ്യമുണ്ട്. യൻസിലു റബ്ബുനാ തബാറക വ തആല, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇ ദുനിയാ ഹീന യബ്ഖാ സുൽസുൽ ലൈൽ ആഖിർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്താഴത്തിന് നിൽക്കുമ്പോ ആകാശലോകത്തിന് സമീപസ്ഥമായ ആകാശത്തേക്ക് റബ്ബ് ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുന്ന അനർഘ നിമിഷമാണ്. വല്ലാത്തൊരവസ്ഥയാണ് അത്താഴ സമയം. സുൽസുൽ ലൈലിലാണ് നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നത്. ആ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുഗ്രഹീതമായ സമയം. എന്ത് പ്രശ്നമുണ്ടോ പരിഹരിക്കപ്പെടുന്ന സമയമാണ്. എന്ത് വേദനയുണ്ടോ പറയാൻ പറ്റുന്ന സമയമാണ്. എന്ത് റബ്ബിനോട് ചോദിക്കാമോ ചോദിക്കാൻ പറ്റുന്ന സമയമാണ്. വല്ലാത്തൊരു സമയമാണ് സുഹൃത്തുക്കളെ. നമ്മൾ നോമ്പിന് മാത്രമല്ല അത്താഴത്തിന് എഴുന്നേൽക്കുന്നത്. ഇരിക്കണം ഞാനും നിങ്ങളും എല്ലാ ദിവസവും അത്താഴത്തിന്റെ സമയത്ത് എണീക്കുന്നവരാ. സുബഹിയുടെ മുമ്പ് 3/4 മണിക്കൂറും എണീക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ? എണീക്കുന്നവരാണ് നമ്മൾ. എന്നും നമ്മൾ ഉണരും. എന്തേ? ഫിത്ർ നമസ്കരിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ല, തഹജ്ജുദ് നമസ്കരിക്കാത്തവരില്ല, ഖിയാമുൽ ലൈൽ നമസ്കരിക്കാത്തവരില്ല. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വ തമആ. ആ ഭയപ്പാട് നമ്മെ ഉണർത്തും. കടന്നുറങ്ങുന്ന കിടക്കയിൽ നുണരും. ഈ കിടക്ക് ശാശ്വതമല്ല, ഈ വീട് എനിക്ക് ശാശ്വതമല്ല, ഈ സുഖ സൗകര്യങ്ങൾ എനിക്ക് ശാശ്വതമല്ല. എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് ഞാൻ പോകണം. അറിയാതൊരു സ്പ്രിങ് ആക്ഷൻ പോലെ ഇങ്ങനെ ഉണരുന്നവരാ ഞാനും നിങ്ങളും. അപ്പൊ നല്ല മുതലായിക്കൊള്ളി. നോമ്പിന്റെ തുടക്കമാകുന്ന അത്താഴം മുതൽ തന്നെ റബ്ബിനോട് നല്ല അടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം. അള്ള പറയാണ്, എന്നോട് ചോദിക്കുന്നു, ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അള്ള ചോദിക്കും, ആരെന്നോട് ചോദിച്ചു ഞാൻ ഉത്തരം കൊടുക്കാം എന്ന് ചോദിച്ചാരെങ്കിലും. അപ്പൊ നമ്മളെ തറാവീഹ് കഴിഞ്ഞിക്കൂല്ലേ? വിത്തറോടുകൂടി നമ്മൾ നിസ്കരിച്ച് ഇശയോട് ഇശാക്ക് ശേഷം 8-3 പൂർത്തിയാക്കിയിരിക്കോ? ഓക്കെ. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒളുത്തിരണ്ടാക്കാൻ നിസ്കരിച്ചോളും. റമളാൻ നമ്മൾ തറാവീഹോടുകൂടി പൂർത്തിയാക്കൽ തന്നെയാണ്. നമ്മൾ തറാവീന് പോയാൽ 8-3 കംപ്ലീറ്റ് ആക്കലിന് ഏറ്റവും ഹൈർ. പിന്നെ ആ സമയത്ത് നീറ്റാൽ ആ അത്താഴത്തിന്റെ ബർക്കത്താണ്. അതോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചോളും. അല്ലെങ്കിൽ പായിൽ എഴുന്നേൽക്കുന്ന സമയത്ത് റബ്ബിനോട് പ്രാർത്ഥിച്ചോ. സുഹൃത്തെ, പായിൽ എഴുന്നേറ്റ് നമ്മുടെ കിടക്കയിൽ എഴുന്നേറ്റിരിക്കുമ്പോ ഒരു തുടക്കല്ലേ അത്. അപ്പോ അള്ളാന്റെ ഒരു സുന്നത്ത്, കടന്നുറങ്ങണോടത്ത് ഇങ്ങനെ എണീറ്റ് അൽഹംദുലില്ലാഹി ലദീ അഹ്യാന ചെല്ലാത്തവരുണ്ടെന്ന്. അൽഹംദുലില്ലാഹി ലദീ അഹ്യാന ചെല്ലാത്തവരുണ്ടോ? കാര്യപ്പെട്ടൊക്കെ നമ്മൾ മറക്കും, അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോ ഇപ്പോഴും ബിസ്മി അല്ലാത്ത ആളുകളുണ്ട്. ഇസാഖ് എഞ്ചിനീയറെ, ഇപ്പോഴും ബിസ്മി എല്ലാം മറക്കണവരുണ്ട്. പ്രധാനപ്പെട്ടതൊക്കെ മറക്കും, അല്ലേ? പിന്നെ നമുക്ക് ഓർമ്മ വരും എപ്പോഴാണ്? ഏകദേശം ഇങ്ങനെ മറക്കും. ബിസ്മില്ലാ അവലു ആഖിറു എന്നുള്ള ഓപ്ഷനിലുണ്ട്, കുഴപ്പമില്ല, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞെന്താണെന്നോ, അൽഹംദുലില്ലാഹി ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന് ചൊല്ലിയോ എന്ന് ആലോചിക്കും. എന്നിട്ട് റസൂലുള്ളാഹി വായിൽ ഇങ്ങനെ എണീറ്റാലേ ഒരായത്ത് ഓതുമായിരുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി
واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. വല്ലാത്തൊരായത്താണ് എന്റെ മുഅ്മിനീങ്ങളെ. ആകാശലോകങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോ ആകാശം സത്യമാണ്, സൂര്യൻ സത്യമാണ്, സംവിധാനങ്ങളൊക്കെ സത്യമാണ്. എങ്കിൽ അല്ലാഹ് നീ പറയുന്ന നരകവും സത്യമാണ്. ഫഖിനാ അദാബന്നാർ, എന്നെ നരകാഗ്നി രക്ഷപ്പെടുത്തണേ എന്ന് ഹബീബായ പ്രവാചകൻ തിരുമേനി പായയിൽ എഴുന്നേറ്റ് ഉണർന്നെണീറ്റ് അനുഭവിച്ചില്ലായിരുന്നു. ഒരു ഹദീസിൽ കാണാൻ പറ്റുന്ന ചെല്ലാൻ ശ്രമിച്ചോളിയും ഒക്കെ കൂലിയാണ്. പിന്നെ ഒരു അല്പസമയം പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോളിയും. അല്ലാഹ് പറയാം, ആരിനോട് ചോദിക്കാൻ ഞാൻ കൊടുക്കുന്ന. എന്തൊക്കെ ചോദിക്കാണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മുടെ ആരോഗ്യം ചോദിക്കണ്ടേ, നമ്മുടെ ഹിദായത്ത് ചോദിക്കണ്ടേ, നമ്മുടെ മക്കളെ വിഷയം പറയണ്ടേ, ഈമാനോടുകൂടി മരിക്കാൻ അവസരത്തിന് വേണ്ടി ദുആ ചെയ്യണ്ടേ, സുഹൃതങ്ങൾ ചെയ്യാൻ ചാൻസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. ആരെന്നോട് ചോദിക്കുന്നുവോ ഞാൻ ഉത്തരം തരും, ആരെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നുവോ ഞാൻ ഇസ്തിഗ്ഫാർ നൽകും. വല്ലാത്തൊരു വാക്കാണ്. അല്ലാഹ് സമീപസ്ഥമായ ആകാശത്തേക്ക് ഇറങ്ങി വന്നിരിക്കുക. 2 സന്ദർഭമാണ്. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് അറഫയിൽ ഇറങ്ങുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലി. അപ്പൊ നിങ്ങള് അല്ലേ, റമളാൻ അല്ലാത്ത സമയത്ത് വിത്തറും തഹജ്ജുദും നിസ്കരിക്കാൻ വേണ്ടി ആണും പെണ്ണും വാപ്പിയും ഇങ്ങനെ എണീക്കുമ്പോ ഒരു ഭാഗ്യോടിയും കിട്ടാണ്ട് എന്താണെന്നോ, 2 ആളും ഇങ്ങനെ നിസ്കരിക്കുമ്പോ അല്ലാഹ് മലക്കോട് പറയും, 2 ആളി സ്വർഗം കിട്ടുന്നവരുടെ ഒരു 10 ഗുണം സൂറത്ത് അഹ്സാബിൽ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി അല്ലാഹ് മലക്കോട് ആവശ്യപ്പെടുമെന്ന്. അല്ലാഹ് മലക്കോട് ആവശ്യപ്പെടുക. ആരെ? തഹജ്ജുദും വിത്രൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുന്ന കാണുമ്പോ അല്ലാഹ് മലക്കോട് പറയും, 2 ആള് സാക്കിരീൻ അല്ലാഹ കസീറൻ വസാക്കിറ രേഖപ്പെടുത്താൻ പറയുന്നു. ആ ഭാഗ്യമൊക്കെ കിട്ടണം നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അത്താഴം കഴിഞ്ഞ് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് മനസ്സ് തട്ടി പ്രാർത്ഥിക്കാം, അല്ലേ? കാര്യങ്ങൾക്കും ചോദിക്കാം. ഉത്തരം തരാമെന്ന് പറയുന്ന അനർഘ നിമിഷമല്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ അത്താഴം മുതൽ റാഹത്താകണം, അത്താഴം കഴിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. മലക്കുകളുടെ പ്രാർത്ഥന അത്താഴം കഴിക്കുന്നവർക്കുണ്ട്. ഒരിറക്ക് വെള്ളെങ്കിലും അപ്പണീറ്റ് കൊണ്ട് കുടിക്കണം. ചില ആളുകളൊക്കെ കിടക്കുന്ന സമയത്ത് തന്നെ ഫുഡ് ഉറപ്പിച്ചിട്ടാണ് കിടക്കുക. അത് പാടില്ല, ബറക്കത്താണ്. ഇവിടെ നേരത്തെ ഷഫീഖ് സുലൈ സംസാരിച്ചല്ലോ, അഹ്ലുൽ കിതാബ് നമ്മളെ നോമ്പിന്റെ വ്യത്യാസം അക്കലത്ത് സെഹറാണ്, അത്താഴം കഴിക്കല. പിന്നെ ആ സമയത്ത് പ്രിയപ്പെട്ടവരെ കുറച്ച് ഖുർആൻ ഓതണം, റസൂൽ. ഈ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ട് പോയ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞ് തറാവി കഴിഞ്ഞ് പരീക്കെത്തുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്തൊരു നോമ്പാക്കണം. ചിട്ടയോടെ കാര്യങ്ങളെ കാണണം. ഈ ഇരിക്കണം നിങ്ങളല്ല, നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. കുട്ടികള് നിങ്ങൾ ഉണരുമ്പോ നിങ്ങളെ മക്കളിങ്ങ് ഉണർത്തണം. എന്നിട്ട് അവര് നിങ്ങളെ കൂടെ ഭൂമത്തിരുന്ന് ഖുർആൻ ഓതട്ടെ, അതുക്കാറ് ചെല്ലട്ടെ. എന്തൊരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെയും. സ്വർഗത്തിൽ അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകണം എന്ന് വിചാരിക്കുമെങ്കിൽ അല്ലേ? ചില കുട്ടികളുടെ ഫുഡാണ് എത്തിയ വേയാണ് കിടന്നു തുടങ്ങും, പിന്നെ സുബൈ ഉണ്ടാവില്ല. ഈ വലിയ വലിയ മനുഷ്യന്മാരെങ്ങനെയാ തച്ചു കൊണ്ടുപോകാൻ പറ്റുക, ഇല്ലേ? കൊണ്ടുപോകണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾ, നമ്മൾ അന്നം കൊടുക്കും, നമ്മൾ ഭക്ഷണം കൊടുക്കും, നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ സുബഹിക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞെന്താണെന്നോ, അത്താഴം കഴിഞ്ഞാൽ കുറച്ച് ഖുർആൻ ഓതണം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, 4ാമത്തെ നോമ്പാണിത്. എത്ര ജുസു ഖുർആൻ ഓതി? ഒരു തവണയെങ്കിലും പ്രിയപ്പെട്ടവരെ ഖുർആൻ ആദ്യാവസാനം ഈ പുണ്യർമലാൽ ഓതി തീർക്കുമെന്ന് ശപഥം ചെയ്തോ? ഒറ്റ തവണയെങ്കിലും. എത്രയോ തവണ ചെല്ലുന്ന ആളുകൾ ഒറ്റ തവണയെങ്കിലും ഒരു ദിവസം ഓതിയാൽ മതി. അപ്പൊ 4 ജുസ് പൂർത്തിയാക്കിയ ആളൊന്ന് കൈപൊക്കി കാണി. 4 ജുസ് പൂർത്തിയാക്കിയ ആളുകളൊന്ന് കൈപൊക്കി കാണി. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ്. അപ്പൊ 4ന്റെ മേലുള്ളവര് കൈപൊക്കിയിട്ടില്ല അല്ലേ? അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തുടരണം. ഒരു ദിവസം സുബഹിക്ക് ഓതിക്കോ, നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഓതിക്കോ, ലഹറിന്റെ സമയത്ത് ഓതിക്കോ, എല്ലാ ദിവസവും എല്ലാ വക്തും കുറെ ചോദ്യം മതി. ഇതൊക്കെ എന്താണെന്ന് സുഹൃത്തുക്കളെ, മനസ്സുണ്ടോ കാര്യങ്ങൾ നടക്കും. മുത്തറസൂൽ എത്താൻ കഴിഞ്ഞാൽ മുത്തറസൂലിന്റെ സ്വലക്കടിയുള്ള സമയത്ത് കതിര 50 ഒരു 50 ആയത്ത് തോന്നുന്ന സമയമാണ്. ആ സമയത്തുള്ള ഖുർആനത്തിന് വലിയ പുണ്യാണ്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. സുഹൃത്തെ, ആ സമയത്ത് ഖുർആനത്തിന് വലിയ സ്വീകാര്യതയാണ്. എന്നിട്ടോ സുബഹി ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നു. ആ സുബഹി ബാങ്കിന് ഇങ്ങനെ ജവാബ് കൊടുക്കുന്നു.
സുബഹി ബാങ്കാകുമ്പോഴേക്കുന്ന സുഹൃത്തെ നമ്മൾ ഭക്ഷണം കഴിച്ച് പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒളിവെടുത്തായിരിക്കണം നമ്മൾ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ പോമുഖത്തോ ഒന്നിരിക്കേണ്ടത്. ഇങ്ങനെ ഖുർആൻ ഒന്ന് ബാങ്ക് കേൾക്കുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓത്ത് നിർത്തുന്നു, എന്നിട്ട് ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നു. 2 റക്അത്ത് സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു. റക്അത്താ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ. ആ 2 റക്അത്ത് സുന്നത്തിലെ ദുനിയാവിലെ ഏത് സമ്പാദ്യത്തെക്കാളും വലുതാണ്. ഇന്ന് കിട്ടാത്തവരുണ്ടോ? സുബഹിയുടെ മുമ്പിൽ 2 റക്അത്ത് വീട്ടിൽ നിസ്കരിക്കണം, പെരയിൽ നിസ്കരിക്കണം. ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. ആ 2 റക്അത്ത് ഒരിക്കലും ഉപേക്ഷ വരുത്തരുത്. ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വസ്തു മനസ്സ് കണ്ടോക്കാണി അല്ലേ? ഒരു വീട് അല്ലെങ്കിൽ നല്ലൊരു വാഹനം, അതിലേറെ ഉത്തമമാണെന്ന് ആര് പഠിപ്പിക്കുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നമ്മൾ നിസ്കരിക്കണം, നമ്മുടെ മക്കൾ നിസ്കരിക്കണം, നമ്മുടെ ഭാര്യ നമസ്കരിക്കണം, നമ്മുടെ മാതാപിതാക്കൾ നിസ്കരിക്കണം. എന്നിട്ടോ തൊട്ടടുത്ത പള്ളിയിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒന്നിച്ചു പോകൂ. മക്കൾ നമ്മളെ കൂടെ വരട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് വരട്ടെ. പറ്റാവുന്ന സ്ഥലത്താണെങ്കിൽ ജുമാ ജമാഅത്തിന് പോകാൻ പറ്റുന്ന ഇടങ്ങളുള്ള പള്ളികളാണെങ്കിൽ, സൗകര്യമുള്ള പള്ളികളാണെങ്കിൽ കുടുംബസമേതം ഇങ്ങനെ പോകാം. സ്വർഗത്തിലും അങ്ങനെ പോകണ്ടേന് അല്ലേ? ഇന്ന് കുടുംബസമേതം ജമാഅത്തിന് പള്ളി പോയോ? സുബഹി ജമാഅത്തിന്റെ കൂലി എത്ര? രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ കൂലിയ. എത്ര ഓഫറാ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ട് റസൂലുള്ളാഹിലൂടെ. സുബഹി ജമാഅത്തിന് പള്ളി പോയാലേ 27 കൂലി മാത്രമല്ല, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവന്റെ കൂലി സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ പോയാലുണ്ട്. മനസ്സല്ല സുബ്ഹ ഫീ ജമാഅ, ആര് സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചോ കന്നമാ ഖാമൽ ലൈല കുല്ല, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്. അപ്പൊ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയ രാത്രി മുന്ന് നിസ്കരിച്ച കൂലിയും കിട്ടി, 27 കൂലിയും കിട്ടി. അന്നത്തെ നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ മാക്സിമം പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ബൈക്കൂലി കേട്ടോ, ആരോഗ്യം ശ്രദ്ധിച്ചോളി. അന്നത്തെ സംരക്ഷണം ഏറ്റെടുക്കുന്ന എന്താ? നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യം മേലുള്ള ഏറ്റെടുത്തു. അൽഹംദുലില്ലാ, അവൻ അള്ളാഹിന്റെ സംരക്ഷണത്തിലാണ്, അള്ളാഹുവിന്റെ കെയറിങ്ങിലാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ സുബഹി ജമാഅത്തായി നിസ്കരിച്ചു. സഹോദരിമാരും നമ്മുടെ കൂടെ വന്നു. ഒരീസങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ടുപോയേക്കാണി, പിന്നെ നിങ്ങളെ മുന്നിൽ ഒരുങ്ങും. ചില ആളുകൾ കൊണ്ടുപോയവന്റെ കുടുങ്ങ് വെച്ചിട്ടാണ്, എന്നോട് ഒരുങ്ങിയ കുടുങ്ങ് വെച്ചിട്ടാണ് അല്ലേ? പെണ്ണുങ്ങൾക്ക് പള്ളി പോകണം, എല്ലാ പെണ്ണുങ്ങളും പള്ളി പോകണം ഇല്ലേ? എന്തുകൊണ്ടാണ് സഹോദരിമാർക്ക് ജുമാ ജമാഅത്തുകൾ ഇളവ് നൽകിയതുപോലെ? ശാരീരിക വസ്തുക്കൾ കൊണ്ടാണ്. ഞങ്ങൾ പ്രവാചക പത്നിമാർ, നമ്മുടെ ഉമ്മമാരായ പ്രവാചകന്റെ ഭാര്യമാർ, നബിയുടെ ഭാര്യമാര് പറയാം, ഞങ്ങള് സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോയിരുന്നു. എന്നിട്ടോ ഞങ്ങൾ സുബഹി സംസ്കരിച്ചിട്ട് പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ തിരിച്ചറിയുമായിരുന്നില്ല എന്നാ, ഇരുട്ടായിരുന്നു നീ. അതുകൊണ്ട് പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നാളെ സുബഹിക്ക് നിങ്ങളെ തൊട്ടടുത്ത് പള്ളിയുണ്ട്. ഏകദേശം ഒരു 5-10 മിനിറ്റ് ദൂരത്തിലാണെങ്കിൽ നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ ആരോടും നിങ്ങളോട് അവിടെ കടന്നുറങ്ങിക്കോ, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാല് സമ്മതിക്കരുത്. നിങ്ങളെ കബർക്ക് നിങ്ങൾ തന്നെ പോകണം. നിങ്ങളെ കബർക്ക് ഇനി മദ്രസ് കുട്ടികളൊക്കെ പറഞ്ഞയക്കാണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളിയും. അതല്ല സുബഹി മദ്രസ്ക്ക് പറഞ്ഞേക്കാൻ കുട്ടികൾ എണീക്കുണ്ടാവും, ഓലൊക്കെ കൃത്യമായിരിക്കും. നമ്മളിങ്ങനെ വിശ്വാസം ഉണ്ടാകണം. മറ്റേ ചങ്ങായി ഉണ്ടല്ലോ, ആ ചങ്ങായി നമ്മൾ പോകാൻ അനുവദിക്കൂല. അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിച്ചോളി. ആ ചങ്ങായിനെ ഈ റമളാൻ മാസം കെട്ടിയിട്ട് പോകണം. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാ സുബഹി ജമാഅത്ത്. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പേരിലെത്തി. അൽഹംദുലില്ലാ, എന്തൊരു സുന്ദരമായ പ്രഭാതം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹാ, അല്ലാഹ് എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ ബറക്കത്ത് നൽകണേ എന്ന റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന സാധുക്കളായി എനിക്കും നിങ്ങൾക്ക് ലഭിച്ചു. അൽഹംദുലില്ലാ, റാഹത്തായ ഒരു പ്രഭാതം. എന്നിട്ടോ പ്രഭാതത്തിൽ ദിക്ർ ചെല്ലണം. അദ്കാർ സബാഹും മസാവും അറിയാത്തവ ഈ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കണം, നിർബന്ധമായി പഠിക്കണം. നമ്മൾ ചെല്ലണം, നമ്മുടെ ഭാര്യ ചെല്ലണം, നമ്മുടെ മക്കൾ ചെല്ലണം, നമ്മുടെ മാതാപിതാക്കൾ ചെല്ലണം. അദ്കാർ സബാഹും മസാവും പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ സുരക്ഷയാണ്. അത് കറക്റ്റ് ഞാൻ നിങ്ങളും ചെല്ലുണ്ടെങ്കിൽ ഒരു സമാധാനം. വല്ലാത്തൊരു ദിക്റുകളാണ്. ഒരു 10-15 മിനിറ്റ് മതി പ്രിയപ്പെട്ടവരെ ചെല്ലാൻ. പറയേണ്ട ആവശ്യമില്ലോ. അതിൽ ചിലതൊക്കെ എന്താണോ കനപ്പെട്ടതാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവസ് സമീഉൻ അലീം. എല്ലാ ആപത്തുകളിൽ നിന്ന് റബ്ബിന്റെ സുരക്ഷയുണ്ടാകും. ഒരു ബഹുമാനായ സഹാദനം പറയാണ്, മദ്രസ്കു സ്കൂളൊക്കെ പറഞ്ഞേക്കുന്ന സമയത്തിന്റെ കുട്ടിനെ ഞാൻ ഇത് ചെല്ലിയിട്ടേ പറഞ്ഞേക്കുള്ളൂ. ഒരു ദിവസം ചെല്ലാതെ പറഞ്ഞയച്ചു, തട്ടിത്തെറിഞ്ഞ് വീണ് കയ്യും കാലും പൊട്ടിയെന്ന്. മൂപ്പര് അനുഭവം പറയാണ്. മൂപ്പര് കയ്യിൽ അത്ര അള്ളാന്റെ കാവല് നഷ്ടപ്പെട്ടോ എന്നൊരു ഭയപ്പാട്. ഞാൻ അതുകൊണ്ടാന്ന് പറയേണ്ട ആവശ്യമല്ല, ഒരു പരീക്ഷണാണ്. അദ്ദേഹം പറയാ, എന്റെ കുട്ടികളെ ഞാൻ മദ്രസ്ക്ക് പറഞ്ഞേക്കുമ്പോ ഇത് ചെല്ലിയിട്ട്, കാരണം ചെറിയ കുട്ടികളാകും ബിസ്മില്ലാഹില്ലദീ ലാ യളുറു ചെല്ലിപ്പിക്കും, പിന്നീട് പഠിക്കും.
സുഹൃത്തുക്കളെ, അദ്കാർ സ്വഭാവ പ്രഭാതത്തിലെ ദിക്ർ നമ്മൾ ചെല്ലണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. നിർബന്ധമായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം, അല്ലേ? അതിലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ആഫിനി ഫീ ബദനി ആഫിനി ഫീ സമഇ ആഫിനി ഫീ ബസരി. എത്ര കനപ്പെട്ട പ്രാർത്ഥന! അല്ലാഹ്, എന്റെ ശരീരത്തിന് നീ ആയിരാരോഗ്യ സൗഖ്യം കൊണ്ടാ, എന്റെ കണ്ണിന്, എന്റെ കാതിന്. എത്രമാത്രം ഹൃദ്യമായ പ്രാർത്ഥനയാണത്. എല്ലാം തകിടം മറിയണം. കാരണം എന്താ? കസിലാണ്. നല്ലോണം റബ്ബിനോട് ചോദിക്കാം, പടച്ചോനെ മടിയനാക്കല്ല റബ്ബേ, നീ ഉദാസീനത നീ എനിക്ക് നൽകല്ലേ. അദ്കാർ സ്വഭാവ എല്ലാവരും ചെല്ലണം, അല്ലേ? സുബ്ഹാനല്ലാഹി ബിഹംദിഹി 100 വട്ടം ചെല്ലണം. മുത്തറസൂൽ നബി അലൈഹി സ്വലാത്ത് 10 വട്ടം ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്ത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുഹൃത്തേ, ചുരുങ്ങിയത് 10 തവണ ആയത്തുൽ കുർസി തുടങ്ങി ഈ അദ്കാറുകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു. അല്ലാഹുവനെ, ഖയ്യൂമായവനെ, നിന്റെ കാരുണ്യം മുന്നിട്ടുകൊണ്ട് ഞാൻ ഇതാ ചോദിക്കുന്നു. ആ പ്രാർത്ഥനക്ക് ഇങ്ങ് ചെല്ലിയൊക്കെയാണ്. അസ്ലിഹി ശൈനീകുല്ല. എൻ്റെ ഒരു ബഹുമാന സഹോദരൻ ഒരു വലിയ മേജർ ഓപ്പറേഷന് വേണ്ടി അമൃതയിൽ കിടക്കുകയാണ്. ബൈപ്പാസ് സർജറി വേണ്ടി വന്നു. അങ്ങനെ ബൈപ്പാസ് സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ക്ലിയറായി, ഡോക്ടർ അതിൻ്റെ പ്രൊസീജിയറുകൾ ആദ്യമേ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മൂപ്പരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൽ ഇയാൾ യാ ഹയ്യ ഖയ്യൂം ഇങ്ങനെ ചെല്ലാണ്. മൂപ്പരെ ചുണ്ടിൽ മുഴുവൻ ഇതാണ്. അതിൽ ഈ പ്രൊസീജിയറെ കഴിഞ്ഞ ശേഷം ഡോക്ടർ ചോദിച്ചു, മുഹമ്മദ് സാഹിബ്, മുഹമ്മദ് എന്ന പേര്, മുഹമ്മദ് സാഹിബ് നിങ്ങൾ ഭയങ്കര ഉഷാറായിരുന്നല്ലോ. ഒരു ഓപ്പറേഷനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്തായാലും ചെറിയൊരു ബേജാറൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ എന്താ ഭയങ്കര ധൈര്യവാനായിരുന്നല്ലോ. നിങ്ങൾ എന്തിങ്ങനെ ചുണ്ടിങ്ങനെ ചലിച്ചിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, അമൃതയിലാണ് വൈദഗ്ധ്യമുള്ള കുറച്ച് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ നടക്കുക. അദ്ദേഹം പറഞ്ഞു, നല്ല കഴിവും പ്രാഗൽഭ്യമുള്ള ഡോക്ടർമാരും ഹോസ്പിറ്റലൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ അതിലേറെ വേറൊരാളെ, അതിലും വലിയൊരാളെ ഏൽപ്പിക്കരുത്, അതിലും വലിയൊരാളെ കാര്യം ഏൽപ്പിക്കുക. എന്താ അതിനർത്ഥം? അള്ളാഹിന്റെ എല്ലാ കാര്യവും നീ ശരിയാക്കണം, നീ ഇടപെടണം. കണ്ണിമോട്ടുന്ന സമയം പോലും അല്ലാ എന്റെ കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിക്കല്ല. അതായിരുന്നു എന്റെ ധൈര്യം. അതൊക്കെയാണ് പഠിച്ചോളിയും ചെല്ലിക്കോളിയും പ്രഭാതത്തിൽ ദിക്ർ ചെല്ലാം. ഇനി സുബൈക്ക് പള്ളിയിൽ പോയാലേ സമയം നേരോ സന്ദർഭം ഉണ്ടെങ്കിൽ കുറച്ചേരം അവിടെ കുത്തിരുന്നിട്ടേ ഷുറൂക്ക് നിസ്കരിച്ചോളൂ. എനിക്കറിയാം കുറേ ആളുകൾ അത് കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുണ്ട്, ഒട്ടനവധി ആളുകളുണ്ട്. നമ്മൾ ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ ഞാൻ എൻ്റെ ഹാജിമാരോട് കൃത്യമായിട്ട് ദായിമാക്കാൻ വേണ്ടി പറയാറുണ്ട്. ഒരാൾ സുബഹി ജമാഅത്തിന് പോയാലേ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എനിക്കറിയാം. നീ ഇരിക്കണം, നിങ്ങളും ശ്രദ്ധിച്ചോളും. സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോകുന്നവന് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. മൻ സല്ല സുബഹി ജമാ. സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോയാല് നിസ്കാരം കഴിഞ്ഞ് അവിടെ ക്ലാസിന്റെ നസീഹത്തും കേട്ട് ആ പ്രഭാതത്തിലെ ദിക്റുകളൊക്കെ ചൊല്ലി എല്ലാം ചൊല്ലി പറഞ്ഞ ശേഷം കുറച്ചേരം അവിടെ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് സുന്നസ്കരിക്കുക. അത്താത്തത്തിലോഷം സൂര്യൻ ഉദിക്കുന്നവരെ ഒരു 10-45 മിനിറ്റ് പള്ളിയിൽ ചെലവഴിക്കുക. എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ആ പള്ളിയിൽ കഴിച്ചുകൂട്ടി നാട്ടുവർത്താനം പറയലല്ല, മറ്റുള്ള വിഷയങ്ങൾ സംസാരിക്കൽ, റബ്ബിനോടുള്ള അറ്റാച്ച്മെന്റ്, റബ്ബിനോടുള്ള ഇടപെടലുകൾ ഇങ്ങനെ കഴിച്ചുകൂട്ടിയാലും. എന്നിട്ട് അത്താത്തത്തിലെ വർഷം സൂര്യൻ ഉദിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിച്ച മുത്തറസൂൽ പറയാണ്, പൂർണ്ണമായി ഹജ്ജ് ഉംറയും ചെയ്ത കൂലിയാണെന്ന്. വേണമെങ്കിൽ ചെയ്തോളി. പൂർണ്ണമായി ആരുടെ വാക്ക? ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഇതിൻ്റെയൊക്കെ വേലയപ്പിളെ അറിയുള്ളൂ എന്നോ സുഹൃത്തെ? കെട്ടിപ്പൊതിഞ്ഞ് കബറിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ ഒന്നും തലയിൽ കയറൂല. ഇനിയൊന്നും വലിയ കാലമില്ല എന്ന് എല്ലാവരും മനസ്സിലായിക്കോളും. കയ്യും കാലൊക്കെ ക്ഷീണിക്കാൻ തുടങ്ങി, തരിപ്പ് വന്നു, കടച്ചിൽ വന്നു, ഷുഗർ പ്രശ്നമാണ്, അങ്ങനെ പ്രശ്നമാണ്, കാലുമുട്ട് വേദന, ബുദ്ധിമുട്ടുകൾ, പാടസിനൊക്കെ ചെറിയ ചെറിയ തകരാറുകൾ. എന്താ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? ഇനി വൈകാതെ ഇനി ഇവിടുന്ന് പോകേണ്ടി വരും എന്നത് തന്നെയാണ്. അതുകൊണ്ട് എന്താ ഇതൊക്കെ ചെയ്തോളി. അപ്പോൾ പ്രഭാതത്തിൽ സുബഹിസ്കാരം കഴിഞ്ഞ് അതോടെയും ചെയ്ത് അൽഹംദുലില്ലാഹ് അദ്കാർ സുബഹ് മസാ കഴിഞ്ഞ് പിന്നെ നമുക്കുള്ള സമയത ഒരു ഉച്ച വരെയുള്ള സമയം. ലോഹി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഷുറൂക്ക് അവിടെ നിസ്കരിച്ച പിന്നെ ലോഹ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അത് ലോഹയുടെ മറ്റൊരു പേരാ ഷുറൂക്ക്. പിന്നെ സാധിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അഥവാ നിസ്കരിക്കാത്ത ആളുകൾ ലോഹ നിസ്കരിച്ചോളി. പിന്നെ സ്ത്രീകൾ വീട്ടുജോലി കൊണ്ട് നിങ്ങൾ പടച്ചോമാർന്ന് കൂലി കിട്ടും. നിങ്ങൾ വീട്ടിലെ പാത്രം മോറില്ലേ, അത്താഴം കഴിച്ച കുറെ പാത്രം മോറാണ്, അതൊക്കെ മോറിക്കോളിയും. നല്ല മനസ്സോടെ പ്രാർത്ഥിച്ചോളി, മോറിക്കോളിയും. അടുക്കള ഉണ്ടാവും, തുടക്കം ഉണ്ടാവും, അടിച്ചുവാരം ഉണ്ടാവും, മുറ്റടിക്കാൻ ഉണ്ടാവും. എന്നാലോ ആണുങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. റമളാൻ മാസത്തിൽ നമ്മൾ തിന്നാൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്ന ആളുകളാകാൻ പാടില്ല.
റംലാൻ മാസത്തിൽ നമുക്ക് ഒരു ധാരണ ഒന്ന് ഉഷാറായി തിന്നണമെന്ന്. അതിന് ഇടങ്ങറാകുന്ന ആളുകളാ പെണ്ണുങ്ങളാണ്. എല്ലാ ലോലങ്ങളും സഹകരിക്കണം. അങ്ങനത്തെ നല്ല പടച്ചോൻ പേടിയുള്ളതാണ്. നിങ്ങൾ തിന്ന പാത്രോടി എടുത്തു വെക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് ഇഷ്ടമല്ല. നിങ്ങൾക്ക് നിങ്ങളെ ഇണകളോട് ഇഷ്ടമാണോ എല്ലാവരും നിങ്ങൾ പാർട്ടി ചെയ്യണം, സകലതിലും ഇടപെടണം. എന്താ നമുക്ക് വീട്ടിലെ ജോലി ഇടപെട്ട എന്താ വേണമെങ്കിൽ എന്ത് ജോലി എടുത്തോടെ പ്രിയപ്പെട്ടവരെ. അതിന് എന്തോ ചാടിപ്പോകുന്നെന്ന് ആരും വിചാരിക്കണ്ട. മുത്ത് റസൂൽ എല്ലാവരും ഇടപെട്ടിരുന്നു, സകലതിലും ഇടപെട്ടു. ഹബീബായ പ്രവാചകന്റെ ജീവിതത്തിലെ തിരക്ക് എനിക്കോ നിങ്ങൾക്കുണ്ടോ? നമ്മളെല്ലാ പണി എന്താ പാത്രം ഓരി നമ്മൾ ചാടിപ്പോകും, ടോയ്ലറ്റ് ഒന്നും വൃത്തിയാക്കി എന്താ പ്രശ്നം സംഭവിക്കുന്നത്? അതൊക്കെ അതിനായിട്ട് ഒഴിഞ്ഞു വെച്ചവരാണ് പെണ്ണുങ്ങളെന്ന് ആരും വിചാരിക്കണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്താൽ ഐറ്റാക്ക് ആഫിയത്തും ആരോഗ്യം ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ഊരുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളിങ്ങനെ ഒരു ബൊമ്മനെ കൊണ്ടുനടക്കണ മാതിരി ഐറ്റാളിങ്ങനെ കൊണ്ടുനടക്കേണ്ടി വരും. ശ്രദ്ധിച്ചോളൂ എല്ലാവരും, വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. നോമ്പട വന്നാൽ പിന്നെ ഒരു 100 കടി വേണം. ചിലവർ പറയും പത്തിരി തന്നെ തിന്നാലേ പറഞ്ഞുള്ളൂ എന്ന്. ദിവസം പത്തിരി, പീടിയുടെ പത്തിരി പറ്റൂല. അതിന് ഉണ്ടാക്കണം, ഉണ്ടായിക്കോട്ടെ. നീ പെണ്ണുങ്ങൾ ഉണ്ടായി കൊടുക്കണമെന്ന് ആരും വിചാരിക്കണം. ഉണ്ടായി കൊടുത്തോല്ലെങ്കിൽ പറച്ചും ഭാഗത്ത് കൂലി ഉണ്ടാവും. പക്ഷേ ഇടപെടണം. നമുക്ക് പറ്റുന്നൊക്കെ ഇടപെടാം അല്ലേ? രാവിലെ എങ്ങനെ ഫ്രീ ഉള്ള ആണുങ്ങളാണെങ്കിൽ വീട്ടിലെ ജോലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മോനെ എടാ ഈ അത് ചെയ്താ, ഈ ഇത് ചെയ്താ, 1/2-3 മണിക്കൂറിന് പെരയത്തെ പണി കഴിയും. അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിലോ 2 നേരത്തെ ഭക്ഷണമുള്ളൂ, 10 നേരത്തെ ഭക്ഷണത്തെ പണിയാക്കാറ്. ഇടപെടണം പ്രിയപ്പെട്ടവരെ. അതൊക്കെ കൂലിയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. വെറും സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ജല്ല മാത്രമേ കൂലി. ഇതിലൊക്കെ ഹിദ്മയിൽ ഇടപെടുന്ന കൂലിയാണ്. അപ്പൊ സഹോദരിമാരെ, നിങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആണുങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. അതോടൊപ്പം തന്നെ ആ ടൈം നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാം. എങ്ങനെ? പീസ് റേഡിയോ തുറന്നു വെച്ചോളി. പീസ് റേഡിയോ എന്നും ഈ റമളാൻ മാസം വന്ന ഒരു സഹോദരൻ്റെ അടുത്ത് 5000 റുപ്യ വരും പീസ് റേഡിയോ കൊടുക്കാൻ വേണ്ടിട്ട്. കാരണം 37 വരെ എൻ്റെ ജീവിതത്തിൽ ആകെ കൂട്ട് പീസ് റേഡിയോ ആണ്. അത് രാവിലെ പണിക്കണ് പോകുമ്പോൾ തുറന്നു നോക്കുക. ഇന്നിങ്ങനെ കേൾക്കും, പല വിഷയങ്ങൾ ഇങ്ങനെ കേൾക്കാണ്. അല്ലെങ്കിൽ ഖുർആൻ തുറന്നു വെച്ചോളിയും. അമ്മ ജുസ് അറിയാത്തവരാരും ഇല്ലല്ലോ, അതിങ്ങനെ തുറന്നു വെച്ചോളിയും. കൂടെ ഒതുക്കുള്ള ഒരു ജുസായി. അറിയണ സുഹൃത്ത് തുറന്നു വെച്ചോളിയും. നിങ്ങൾക്ക് തബാറ അറിയിച്ചാൽ തുറന്നു വെച്ചോളി, യാസീൻ അറിയിച്ച് തുറന്നു വെച്ചോളി. നിങ്ങളെ പണി നടക്കും. അതോടൊപ്പം തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൂടെ സമയം പോകും. അപ്പൊ അങ്ങനെ ലോഹറോട് കൂടി നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിച്ച് ബാക്കിയുള്ള വൈകുന്നേരത്തേക്കുള്ളതൊക്കെ ചെറിയ രൂപത്തിലൊക്കെ നമ്മൾ ഒരുങ്ങി. എല്ലാ ദിവസവും കൊശിയായ ഫുഡ് വേണമെന്ന് ആലോചിച്ചാല് പെണ്ണുങ്ങളെ സംബന്ധിച്ചത് ഇബാദത്ത് ചെയ്യാൻ അവസരം ഉണ്ടാവില്ല. പറ്റുമെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ പോകുള്ളൂ. അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാല് കുറച്ചൊക്കെ കുഴപ്പമില്ലാത്ത നമുക്ക് ജീവൻ നിലനിൽക്കാനുള്ള ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ ഇബാദത്തിന് സമയം ഉണ്ടാവില്ല, ആരാധനക്ക് സമയം ഉണ്ടാവില്ല. പിന്നെന്താന്നോ, ഫുൾ ടൈം ജോലി ചെയ്തിട്ട് ഒരാൾ തറാവിന് പോയി വെക്കാണെങ്കിൽ നിസ്കരിക്കുന്നുണ്ടാവും, ഇങ്ങനെ തോന്നുന്നുണ്ടാവും. ക്ഷീണം കൊണ്ടാണത്. പെണ്ണുങ്ങളെ പല തറാവിയും ഇന്നലെ പറയാണ് ഒരു സഹോദരി പറയാണ്, ഇന്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 പെണ്ണുങ്ങൾ അങ്ങോട്ട് വീണു ഇങ്ങോട്ട് വീണു. അയിറ്റ് നേരം വിളിക്കുന്ന വലിയ പണിയാണേ. 1 മിനിറ്റ് ഇരുന്നിട്ടല്ലേ, പിന്നെ നിസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോഴാണ് ആ ഫാനിന്റെ കാറ്റുകൂടി കൊണ്ടെന്താ അങ്ങോട്ട് വീടും ഇങ്ങോട്ട് വീടും. കാരണം ക്ഷീണല്ലേ. എന്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അക്ബറായി കാണുന്നൊക്കെ ആകുന്നു. പക്ഷെ ശരീരം ക്ഷീണം കൊണ്ടുകൊണ്ട് ഉറങ്ങിപ്പോവാൻ. അതുകൊണ്ട് നമ്മൾ റമളാൻ മാസത്തിൽ അവിടെ കൂടെ പാർട്ടി ചെയ്യണം, ഇടപെടണം. അങ്ങനെ ലോഹർ നിസ്കാരം എല്ലാ സുന്നത്തും ഫറലും കൃത്യസമയത്ത് നിർവഹിക്കണം. നിങ്ങൾ അച്ചുകണി സ്വർഗം നിങ്ങൾക്ക് നൽകാമെന്ന് മഹാനായ റസൂലുള്ളാഹി ഓഫർ നൽകിയത് എന്താ? എല്ലാ സുന്നത്തുകളും നിസ്കരിക്കാനും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാൻ, സമീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു. മൻ സല്ല 12 റക്അ, രാവും പകലായിട്ട് 12 റക്അത്ത് നമസ്കരിച്ചാൽ ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന, ഒരു സ്വർഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കുന്നു. അപ്പൊ എന്താണോ, ലൊഹറിന്റെ മുമ്പ് 2, വേണമെങ്കിൽ 4 ആവാം. വിശ്വാസികളെ, ലൊഹറിന്റെ മുമ്പ് 2, ശേഷം 2, അപ്പൊ 4 ആയില്ലേ. മഗ്‌രിബിന് ശേഷം 2, 6, ഇശാക്ക് ശേഷം 2, 8, അതുപോലെ തന്നെ സുബഹിന് മുമ്പ് 2, അങ്ങനെ 10. എന്നാൽ ലൊഹറിന് മുമ്പ് 2 കൂടി കൂട്ടിയ 12 റക്അത്തായി. ആരത് കൃത്യമായി ഫർളിന് ശേഷമുള്ള സുന്നത്തസ്കാരാണ്. ആര് കൃത്യമായി പ്രവാചകത്തിന് മീൻസ് ഈ 12 റക്അത്ത് ഈ ഇരിക്കണങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. അത് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണ എത്ര ആളുകളുണ്ട്? ഈ 12 റക്അത്ത് കുറച്ചുണ്ടാവും. എന്നാ 10 കൂട്ടിയാ കൂടുമല്ലോ. ഒന്ന് മനസ്സിലാച്ചോളി. സുബഹിയുടെ മുമ്പ് എന്തായാലും നഷ്ടപ്പെടൂല. ലൊഹറാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ശ്രദ്ധിച്ചോളി.
റസൂലുള്ള പറയാം, മൊത്ത റസൂലിന്റെ വാക്ക്. ഈ സഹാബി വനിത പറയാണ്, നബിയിൽ നിന്ന് ഞാൻ ഈ വാക്ക് കേട്ട് പിന്നെ ഒരു സുന്നത്ത് ഈ റവാത്തി സുന്നത്ത് 12 റക്അത്ത് ഒഴിവാക്കിയിട്ടേ ഇല്ലെന്ന്. സുഹൃത്തുക്കളെ, അത്ര പുണ്യകരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ളുഹറിന്റെ മുമ്പ് നിസ്കാരം കൃത്യമായി നിർവഹിക്കാം. ആ സമയത്ത് പറ്റുമെങ്കിൽ അങ്ങനെ ഒരു 10-11 മണിയായപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയാല് പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ച് ഖുർആൻ ഓതുക. ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. അത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. റമളാൻ മാസം വന്നിട്ട് ഞാൻ വാക്യ സുഹൃത്ത് കാണാൻ പഠിച്ചു, അല്ലെങ്കിൽ മുൽക്ക് സുഹൃത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു, ഞാൻ ബൈഹാർട്ടാക്കി. അല്ലേ, റമളാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ പിറകോട്ട് നോക്കുമ്പോൾ കുറച്ച് മധുരിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന റമളാനായി നമ്മുടെ റമളാൻ മാറണം. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഖുർആൻ ഓതുക. അല്ലേ, മത്സരിക്ക. വീട്ടില് കുട്ടിയോട് പറയാ, ആദ്യം ഓതി തീർത്ത് എനിക്കൊരു പ്രൈസ് ഉണ്ട്. അല്ലേ, മത്സരം അവിടെ നടക്കണം. വാപ്പിയും മീൻ കുട്ടികളും മത്സരിക്ക. അല്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ മത്സരമുണ്ട്. അല്ലേ, ക്യാഷ് പ്രൈസ്. ഇപ്പൊ എൻ്റെ ഒരു ഉണ്ണിയുടെ ക്ലാസ്സിൽ പിന്നെ എല്ലാ കൊല്ലവും പിന്നെ കൂടുതൽ ഓതുന്ന ആളുകൾക്ക് ക്യാഷ് പ്രൈസ് 10,000 റുപ്യാണ് കൂടുതൽ ഓതുന്ന ആൾക്ക്. 2ാമത്തെ ആൾക്ക് 7,000, 3ാമത്തെ ആൾക്ക് 5,000. അത് ഒരാൾ സ്പോൺസർ ചെയ്യേ, ഒരാൾ സ്പോൺസറിങ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീയത്ത് ക്ലിയർ ആകണം. 10,000 ഓത്താൻ പറ്റൂല, പക്ഷെ 10,000 കിട്ടാനുള്ള ഓത്താൻ പറ്റൂല. പക്ഷെ അത്രക്കും എന്താണ്, അങ്ങനത്തെ കുറച്ച് മുഖ്ലിസിങ്ങളായ മനുഷ്യന്മാർ ആ ക്ലാസ്സിന് വരുന്നവരുണ്ട്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് പറഞ്ഞു, ക്യാഷ് പ്രൈസ് അവാർഡ് കുറി ഉണ്ട് എന്ന്. അപ്പോ എത്ര ഓതി ഞാൻ ഇപ്പൊ പറയണില്ല. കഴിഞ്ഞൊരു ഫസ്റ്റ് വാങ്ങിയ ആൾ എത്ര തവണ ഓതി ഞാൻ ഇപ്പൊ പറയണില്ല. അത്ര മാത്രം അത് ഇവര് ഖുർആനിൽ തന്നെ എപ്പോഴും. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞാല് ഒരു തവണയെങ്കിലും പ്രിയപ്പെട്ട ജീവിതത്തിൽ തീർക്കണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ പേടിക്കണ്ട. പരലോകത്തൊന്നും പറയും, എന്റെ വേണ്ടപ്പെട്ടവരാണ് മാറി നിൽക്കിന്ന് പറയും. മാഷാ അല്ലാ, പരലോകത്തെത്തുമ്പോളേ ഇല്ലേ. ഇപ്പൊ നമ്മള് എവിടെങ്കിലും പോയാ സുൽഫിക്കാക്കു നമ്മളെ വേണ്ടപ്പെട്ട ആളാന്ന് പറയും. ഇത് നമ്മളെ വേണ്ടപ്പെട്ട അദ്രു നമ്മളെ വേണ്ടപ്പെട്ട ആളാണ്. ഇതുപോലെ പരലോകത്തെത്തുമ്പോ ജനകോടികളുടെ മുന്നിൽ ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ടവർ പരലോകത്തെത്തുമ്പോണ്ട് മാറി നിൽക്കൂ. അവരാരാ? ഖുർആനിന്റെ ആളുകളാണ്. ഖുർആൻ നമ്മുടെ കൈകളിലുണ്ടോ, ഈഹോം വരോ ഹൈറായി തീരും. അതിനെന്താ? ഖുർആൻ പഠിക്കണം, അർത്ഥം മനസ്സിലാക്കണം, അത് പാരായണം ചെയ്യണം. അതിന്റെ വെളിച്ചത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സഞ്ചരിക്കണം. അള്ളാഹ് പരലോകത്തെത്തിയ പറയും, ഇങ്ങോട്ട് പോന്നല്ലേ, നിങ്ങളൊരു സീറ്റ് കാത്തിരിക്കുന്നുണ്ട്. കാര്യപ്പെട്ട ആളുകളുടെ സീറ്റാണത്. പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഖ്റ വർത്തഖി. ഈ പറയുന്നത് നല്ല ശ്രദ്ധിച്ചോളൂ. മഹ്ശറിലെത്തി പരലോകത്തെത്തി ഹിസാബിന് ശേഷം സ്വർഗത്തിൽ പദവികളുണ്ട്. എല്ലാരെ കർമ്മങ്ങൾക്കനുസരിച്ച് ഏറ്റവും വ്യത്യാസമുണ്ട്. ഓതി കയറിപ്പോയിക്കോ പറയും. ചിലര് കയറൂല, മടിയന്മാര് ഓതിയിട്ടുണ്ടാവില്ല. ഇഖ്റ വർത്തഖിന്ന ഓതിയാണ് കയറിപ്പോയിക്കോ. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖ്റുഹ. ആ ഉയർച്ച എവിടേക്കെത്തുന്നോ, നീ ഓതിയ അവസാനത്തെ ആയത്തിനനുസരിച്ച് പടച്ചോൻ ഉയർത്തിക്കൊണ്ടുവന്നു. അത്രക്കും ഖുർആനുമായി ബന്ധമുള്ളവർക്ക് ഉന്നതമായ പദവി നാളെ പരലോകത്ത് അലങ്കരിക്കാൻ അവസരമുണ്ടെന്നാണ് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമായി മാറും. അപ്പൊ എന്താ? ഖുർആൻ പകൽ സമയത്ത് കണ്ടമാനം ഓതണം, മത്സരിക്കണം പ്രിയപ്പെട്ടവരെ, മാധുര്യത്തോടു കൂടി ഖുർആൻ ഓതണം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സമയം അല്ലേ ഖുർആനുമായുള്ളൊരു ബന്ധം അല്ലേ. ഖുർആൻ നമ്മുടെ മനസ്സിന് ആശ്വാസമാണ്, നമ്മുടെ മനസ്സിന് ശമനൌഷധമാണ്, മനസ്സിന്റെ കാരുണ്യമാണ് ഖുർആൻ. ആ നിലക്ക് ഖുർആൻ കണ്ടമാനം പാരായണം ചെയ്യണം. ആര് സഹായിക്കാൻ ലോകത്ത് ഖുർആൻ ഷഫിയായി കടന്നു വരും. ഒരു ദിവസത്തെ സൂക്ഷിക്കണേ, ഒരാളും സഹായിക്കാനില്ലാത്ത ലോകം. സുഹൃത്തേ, ദുനിയാവിൽ നമുക്കൊരു വിഷമം വന്നാൽ നമ്മുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഉറ്റവർ, ഉടയവർ, മക്കൾ, നാട്ടുകാർ, വീട്ടുകാർ, നല്ല സുമനസ്സുകൾ നമ്മെ സഹായിക്കും. നാളെ പരലോകത്ത് ഒരാളും നമ്മെ സഹായിക്കാനില്ല. യൗമലാ തംലികു ലിനഫ്സിൻ ശൈആ. ഒരാളുടെ കാര്യത്തിൽ ഇടപെടൂല. നാളെ ഫാത്തിമ സ്വർഗം കിട്ടണോ പണിയെടുത്തു വന്നത് കൊണ്ട് റസൂലുള്ള തോളൊഴിഞ്ഞ് സംസാരിച്ചു. ആയിഷ, ഒരു കാരൊക്കെ ചീള് കൊടുത്തിട്ടാണോ നരകാഗ്നി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കണേ എന്ന് റസൂലുള്ളാഹി തോളൊഴിഞ്ഞ് സംസാരിച്ചത് അന്ത്യദിനത്തിന്റെ ഭീകരത കൊണ്ടാണ്. ആ ദിവസം രക്ഷ ലഭിക്കുന്നവരാരാ? റസൂലുള്ള പറയാണ്, പരിശുദ്ധ ഖുർആൻ ഷഫീആയി വിശ്വാസികൾ കടന്നു വരുമെന്നാണ്. ആര് സഹായിക്കാൻ ലോകത്ത്?
ഖുർആൻ ഓതിയവർ, ഖുർആൻ പാരായണം ചെയ്തവർ, ഖുർആൻ ഹൃദിസ്ഥമാക്കിയവർ, ഖുർആനിന്റെ ലോകത്ത് മുന്നോട്ട് പോയവർക്ക് ആ അടിമകൾക്ക് ഷഫീ ആയി ഖുർആൻ കടന്നു വരുമെന്ന് പറയുമ്പോ വിശ്വാസികളെ, ഖുർആൻ നമുക്ക് ഷഫീ ആകണം. അതിന് പറ്റുന്നൊരു അനുഗ്രഹീതമായ മാസത്തിലാണ് നമ്മുടെ മാസം. അതുകൊണ്ട് നമ്മളെ പകൽ ഒരു ദിവസം ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഏകദേശം ഉച്ചക്കെത്തി, ഒരു 11 മണിക്കൊക്കെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ളുഹറിന്റെ 1 മണിക്കൂർ മുമ്പ് പെണ്ണുങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഖുർആൻ ഓതാൻ വീട്ടിൽ സൗകര്യമുള്ളവർ, ജോലിക്കോ മറ്റോ പോകുന്ന ആളുകളില്ലാത്തവരൊക്കെ ഖുർആൻ ഓതാൻ. ളുഹ്സ്കാരം സുന്നത്ത് 4 റക്അത്ത് സാധിക്കുന്നവർ, ഇനി ഒരു ദിവസം 4 സ്കരിച്ചു, ഒരു ദിവസത്തിന് പറ്റിയില്ലെങ്കിൽ 2 സ്കരിച്ചാൽ മതി. കഴിവതും ദായിമാക്കലാണ് അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടത്. ളുഹറിന് പള്ളിക്ക് ജമാഅത്തിന് പോകുക, അൽഹംദുലില്ലാഹ് അല്ലേ. ഇങ്ങോട്ട് വന്നിട്ട് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ചെറിയൊരു ഉറക്കം നീക്കോളി. സുബൈക്ക് ശേഷം ഉറങ്ങരുത്. സുബൈക്ക് ശേഷം ഉറങ്ങിയ അന്നത്തെ ദിവസം ബറക്കത്ത് നഷ്ടപ്പെടും. എന്നാ അത്ര ക്ഷീണാണ്, ഉറക്കൊഴിച്ച് വെച്ച് കുറച്ച് ഉറങ്ങിക്കോ, തെറ്റാണെന്നല്ല, പക്ഷെ ഏറ്റവും നല്ലത് സുബൈക്ക് ഉറങ്ങാതിരിക്കല. എന്നാ ഉച്ചക്ക് ഉറങ്ങാൻ പറ്റാത്ത ആളുകൾ പോയി അല്പസമയം ഉറങ്ങിക്കോ, കുഴപ്പമില്ല. എന്നാലും നമ്മുടെ സമയം വിലപ്പെട്ടതാണ്, തിരിച്ചറിയും. സുബൈ സുലക്ക് അങ്ങനെ ഉച്ചക്ക് പറ്റുമെങ്കിൽ അത് ആരോഗ്യകരമായ നിലക്ക് ആലോചിക്കുമ്പോഴും ആ സമയത്ത് ഒരു അല്പസമയം നമ്മൾ കടന്നുറങ്ങാം. എന്നാൽ ആ ഉറക്കം അസംസ്കരിക്കാൻ നഷ്ടപ്പെടാനും പാടില്ല. മിഞ്ഞാന്നൊരാള് പറയാണ്, അസറിന്റെ മഹത്വം മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ ഇപ്പൊ എണീറ്റ് പോരുന്നത്. കാരണം എന്താണോ, അസറിനെ പറ്റി സ്പെഷ്യലായി ഖുർആനിൽ ആയത്തിറങ്ങി, ഹാഫിളു അലസ്സലാത്തി വസ്സലാത്തിൽ ഉസ്ത. എന്താണോ, ഏകദേശം ഇങ്ങനെ കണ്ണിങ്ങനെ ഉറക്കം പിടിക്കുന്ന സമയത്ത് അസ്സലാത്തു ഖൈറും മിനന്നൂം പോലെയാണ്. ഉറങ്ങണ ആളുകളെ സംബന്ധിച്ച്, ഉറങ്ങാത്ത ആളുകളെ സംബന്ധിച്ചൊന്നും വിഷയമല്ല. അത്യാവശ്യം ഇങ്ങനെ ഉറക്കം ഇങ്ങനെ ഉണ്ട്, അതിൻ്റെതായ അവസ്ഥയ്ക്ക് ഇങ്ങനെ എത്തുമ്പോഴാക്കണം. അപ്പം ഇങ്ങനെ എണീറ്റ് അസർക്ക് പള്ളിയിൽ പോകും. അതുകൊണ്ടാണ് അസർക്ക് എല്ലാ പള്ളികളും ആള് കുറവാക്കാറ്. ആ നിസ്കാരം ഭയങ്കരമാണ്. ഹാഫിളു അലസ്സലാ വസ്സലാത്തിൽ ഉസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. അത്രയും ശ്രേഷ്ഠയുള്ള അല്ലേ അസർ. ഈ റമളാൻ വന്നിട്ട് ഒരു ജമാഅത്ത് നഷ്ടപ്പെടാത്ത ആളുകളാണല്ലോ എല്ലാവരും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ റമളാൻ വന്നതിന് ശേഷം ഒരു ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെടില്ല. എൻ്റെ സ്വന്തം മഹല്ലിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത മഹല്ലിൽ, യാത്രയിലാണെങ്കിൽ അസർസ്കരിക്ക് അവിടെ എത്തും. ഈ നിനക്കൊരു ശ്രദ്ധയോടെ നമ്മൾക്ക് ജമാഅത്ത് കിട്ടിയെന്ന് ആലോചിക്കും. കിട്ടണം, വാശിയാകട്ടെ, ഒരു വാശിയാകട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഞാൻ പറഞ്ഞെന്താണെന്നോ, ളുഹ്സ്കാരം കഴിയുന്നു. ളുഹ്സ്കാരം കഴിഞ്ഞാൽ അല്പസമയമാണെങ്കിൽ വിശ്രമിക്കുന്നു. അല്പം പറ്റുന്നവർ വീട്ടിലൊക്കെ സൗകര്യമുള്ള ആളുകൾ വിശ്രമിച്ചോളൂ. ഇന്ന് തറാവിയൊക്കെ റാഹത്തായിത്തീരും. അങ്ങനെ അസംസ്കാരം കഴിഞ്ഞു. അസംസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സഹോദരിമാരെ സംബന്ധിച്ചോളം അടുക്കടെ ലോകത്താണ്. പറ്റുന്ന ആണുങ്ങളൊക്കെ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ ശ്രമിക്കുക. ഒന്നിച്ച് കാര്യങ്ങൾ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. എല്ലാം ചെയ്യാൻ സാധിക്കണമെന്നില്ല, പറ്റുന്നതൊക്കെ എന്തേ നമുക്ക് അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഒക്കെ വലിയ പുണ്യം. മുത്ത് റസൂൽ പറയാണ്, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, റസൂൽ തന്റെ വീട്ടിൽ ഇടപെടും. അങ്ങനെ റസൂൽ അവിടുന്ന് നമസ്കരിക്കാൻ പോവാന്ന്. പല കാര്യങ്ങളിലും, അത് ഭക്ഷണ സാധനങ്ങൾ അരിഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഉള്ളി ഒളിച്ചു കൊടുക്കുക, എന്ത് വിഷയത്തിന് ഇടപെടും. ഇങ്ങോട്ട് റസൂലിൽ പോകും എന്ന് പ്രവാചകന്റെ ഭാര്യ, മുത്ത് റസൂലിന്റെ ഭാര്യ നമ്മെ അറിയിക്കാൻ. അങ്ങനെ സഹോദരങ്ങളെ, ആ സമയത്ത് പ്രഭാതത്തിലെ ദിക്ർ പോലെ തന്നെ പ്രധാനമാണ് പ്രദോഷത്തിലെ ദിക്റും വൈകുന്നേരത്തെ അതുക്കാറും. ഇതൊക്കെ എന്താണ്, ബൈഹാർട്ടാണ് എന്ന് ഞാൻ വിചാരിക്കാണ്. ബൈഹാർട്ടാകണം പ്രിയപ്പെട്ടവരെ. വൈകുന്നേരത്തെ അതുക്കാറ് നമ്മൾ കൃത്യമായി ചെല്ലണം. അത് നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷയാണ്. അംസൈന അസ്ബഹന അല്ലെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് നമ്മളെ മക്കളെയും പഠിപ്പിക്കണം. കുറച്ചു കാലം നമ്മുടെ കൈകളിൽ അതിന്റെ PDF നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. അതല്ലെങ്കിൽ അത് കറക്റ്റ് അതുക്കാർ സുബാഹ് മസാ നമ്മുടെ കയ്യിൽ പ്രിന്റ് പുസ്തകം ഉണ്ടാകും. ഒരു 10 ദിവസമൊക്കെ നമ്മൾ കറക്റ്റ് ചെല്ലിയാൽ പിന്നീട് ബൈഹാർട്ടാകും. പിന്നെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ചെല്ലാം അല്ലേ. ചില ആളുകൾ അതുക്കാറൊക്കെ വല്ല ഓഫീസിൽ നിന്ന് വരുന്ന സമയത്താണ് ചെല്ലാറുള്ളത്. ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് വരികൾക്ക് എത്തുമ്പോൾ ഒരു ബൈക്കിൽ കയറി. അപ്പൊ ഒരു സുഹൃത്ത് പറയാം, ഞാൻ എന്നും എൻ്റെ ഓഫീസിൽ നിന്ന് എത്തി വീട്ടിൽ എത്താൻ അരമണിക്കൂറുണ്ട്, അതിനിടെ ഞാൻ അതുക്കാറ് ചെല്ലും. യാത്രയിലെ പ്രാർത്ഥന ഭയങ്കര കൂലിയാട്ടോ, സ്വീകാര്യതയാണ് യാത്രയിലെ പ്രാർത്ഥന. മുസാഫിറിന്റെ പ്രാർത്ഥന ഏറ്റവും പ്രധാനം. സലാസു ദഅവാത്ത് മുസ്തജാബാത്ത് എന്ന 3 പ്രാർത്ഥന ഉത്തരം ഉറപ്പാണ്. ഒന്നേതാ, യാത്രക്കാരന്റെ പ്രാർത്ഥന. മറ്റൊന്ന് മർദ്ദിതന്റെ പ്രാർത്ഥനയാണ്. മറ്റൊന്ന് റസൂൽ പറഞ്ഞു, വാപ്പ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. 3ഉം ഇടതടവില്ലാതെ കയറിപ്പോവും. അപ്പൊ യാത്രയിൽ ഇപ്പൊ നിങ്ങള് പാലക്കാട് ജോലി ചെയ്യുന്ന ഒരാള് മണ്ണാർക്കാട്ടേക്ക് വണ്ടി കയറാണ്, അതുക്കാർ മസാജ് അല്ല അല്ലേ. എത്ര നമ്മളെ ചുണ്ടുകൾ അള്ളാഹുവിനെ പറ്റി ഓർമ്മയാൽ ചലിക്കണം പ്രിയപ്പെട്ടവരെ. വേണ്ടാത്തരങ്ങളല്ല നമ്മൾ കേൾക്കേണ്ടത്, വേണ്ടാത്തരങ്ങൾ നമ്മൾ കാണേണ്ടത്. റസൂലുള്ളാഹി പറയാൻ, എന്റെ അടിമ എന്റെ കൂടെയാണ് എന്നെ ഓർക്കുന്നിടത്തോളം. ആ ഹദീസ് ഒരു ഖുദ്സിയ ഹദീസാണ്. ഇതിൽ ഞാൻ നിങ്ങൾ പെടണം.
അള്ളാന്റെ റസൂൽ പറയാ, യഖൂലുല്ലാഹു തബാറക വ തആല എന്ന് പറഞ്ഞ ഹദീസ്, അന മഅബ്ദി, ഞാൻ എൻ്റെ അടിമയുടെ കൂടെയാണ്. എങ്ങനെ? എന്നെ ഓർക്കുന്നിടത്തോളം. സുബ്ഹാനല്ലാഹ്, അതാണ് അള്ളാഹിനെ ഓർക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. വതഹറകത് ബി ശഫതാഹു, എന്നാൽ അവന്റെ രണ്ട് ചുണ്ടും ചലിക്കണം. രണ്ട് ചുണ്ട് ഇങ്ങനെ ചലിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അത് ചലിക്കുന്നിടത്തോളം എൻ്റെ അടിമ എൻ്റെ കൂടെയാണെന്ന്. വിശ്വാസികളെ, അപ്പൊ നമ്മള് ഏകദേശം ശാസ്ത്രസ്കാരം കഴിഞ്ഞു, വീട്ടിൽ ആ നോമ്പ് തുറയുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എല്ലാവരും ഇടപെടുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ്, നോമ്പ് തുറക്കണീന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഉള്ള ഭക്ഷണമൊക്കെ എന്തൊക്കെ ഫുഡ് ആച്ചാലൊക്കെ കൃത്യമായിട്ട് ഒരുക്കി വെക്കുക. എല്ലാരും ഒരുക്കി വെക്കുക. എന്നിട്ട് ഒന്നിച്ച് ആ ജമാഅത്തായിട്ട് ആ നോമ്പ് തുറക്കുക. വീട്ടിൽ സന്തോഷം ഉണ്ടാകും. അപ്പോഴും ഫോണും ഇരിക്കരുത്. നോമ്പ് തുറക്കാൻ വന്നിരുന്നാലും ഫോണും വെക്കരുത്. ഫോണ് റമളാൻ മാസത്തിൽ കഴിഞ്ഞിടത്ത് ഒരു മീറ്റർ അപ്പുറത്തേക്ക് വെച്ചോളൂ. ആവശ്യമില്ലൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളി. റമളാൻ മാസത്തിൽ വേണ്ടാത്തരങ്ങൾ കണ്ടാൽ, വേണ്ടാത്തരങ്ങൾ കേട്ടാൽ, അനാവശ്യങ്ങൾ കണ്ടാൽ പട്ടിണിയിൽ കലാശിക്കുന്ന നോമ്പായി നമ്മുടെ നോമ്പ് പറയും. കണ്ണിനും നോമ്പുണ്ട്, കാതിനും നോമ്പുണ്ട്, ചെവിക്കും എല്ലാവരും നോമ്പുണ്ട്. ഇതുകൊണ്ട് വേണ്ടാത്തരം കണ്ടാൽ നല്ല ശ്രദ്ധിച്ചോളി. ഈ സുന്ദരമായ 2 കണ്ണ് നൽകിയ റബ്ബ് വേണ്ടാത്തരത്തിലേക്ക് നോക്കിയാൽ ആ കണ്ണ് കവർന്ന് വരുന്ന സമയത്ത് നമുക്ക് കണ്ണുണ്ടാവില്ല. കവർന്ന് എണീറ്റ് വരുന്ന സമയത്ത് കണ്ണില്ലാത്തവരായി ഇവരെന്താ? ഈ ദുനിയാവിൽ വേണ്ടത് കാണേണ്ട സമയത്ത് കാണാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് റമളാൻ മാസത്തിൽ അഭയം പറഞ്ഞ നോമ്പ് തുറക്കാതിരിക്കുക, എല്ലാവരും ഒന്നിച്ചിരിക്കുക. ഉള്ള ഭക്ഷണം എന്താ വെച്ചാൽ എല്ലാവരും, എന്തൊരു സന്തോഷമാണത് അല്ലേ? റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലിസ്വായിമി ഫർഹത്താൻ, നോമ്പുകാരൻ 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫുതൂരിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാറിബി. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അല്ലേ? ആ സമയത്ത് 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമെന്ന് മനസ്സ് പറ്റി ആരും കാണുന്നുണ്ടോ എന്ന് പ്രാർത്ഥിച്ചോ കാണി, ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. എന്നാ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നോമ്പ് തുറക്കണം. ആ ധൃതി കാണിക്കുന്നവന്റെ നോമ്പ് അള്ളാഹു അവൻ ഖൈറിലായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറന്നാൽ ഉണ്ടാകുന്നത് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടല്ല. വീട്ടിൽ നിന്ന് തുറന്നാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീട്ടും തുറന്നോ, ജമാഅത്തിന് അവിടെ എത്തണം. വിശദമായി തിന്നണ്ട, പക്ഷേ വിശദമായി തിന്നണ്ട, ചെറിയ തീറ്റ മതി, ചെറിയ തീറ്റ. പിന്നെ ഹെവിയായ തറാവിയും പ്രശ്നമാണ്. അപ്പൊ ഒരു മിതമായി, ഇപ്പൊ ഇരിക്കണങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നോമ്പ് തുറന്ന മഗ്‌രിബി ജമാഅത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ തുറണ്ടാവും, അവിടെ പോയിട്ട് തുറന്നിട്ട് ജമാഅത്തും കഴിഞ്ഞിട്ട് വരിക. അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പള്ളിക്ക് എത്തിപ്പെടും. കാരണം ഒരു ജമാഅത്തും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. സുബഹി മഗ്‌രിബ് ജമാഅത്തിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അതിൻ്റെ ഇടക്ക് നമ്മൾ അദ്കാർ മസാവൊക്കെ നമ്മൾ പൂർത്തീകരിക്കുക. അങ്ങനെ അൽഹംദുലില്ലാഹ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു. നിങ്ങൾ അയച്ചു അന്നത്തെ ദിവസം എത്ര സന്തോഷമാണ്. എന്നിട്ട് ഒരല്പസമയം ഖുർആൻ ഓതിക്കോളി. എന്നിട്ട് ഇശാ ജമാഅത്ത് എപ്പോഴാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നു. തറാവി നമസ്കാരത്തിൽ ഭാഗവാക്കാകുന്നു. അൽഹംദുലില്ലാഹ്, അങ്ങനെ നമ്മൾ റാഹത്തായി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ നമ്മളെ പ്രാർത്ഥനകളൊക്കെ നടക്കും. നമ്മളെ പ്രശ്നങ്ങളൊക്കെ റബ്ബിന്റെ മുന്നിൽ അവതരിപ്പിക്കും. പറയാനുള്ളതൊക്കെ റബ്ബിനോട് പറയും ഇല്ലേ? ചോദിച്ചോ തരാം എന്ന് പറയുന്ന മാസമാണിത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. ആ ആയത്ത് സൂറത്ത് ബഖറയിലെ നോമ്പിന്റെ വിഷയം പറഞ്ഞെടുത്താം. കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ വഇദാ സഅലക ഇബാദി. നബിയുടെ അടിയങ്ങൾ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ പറയണം, ഇന്നി ഖരീബ്, ഞാൻ അവനോട് സമീപസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, ആ റബ്ബിനെ നിങ്ങളെ മനസ്സിൽ കണ്ടോക്കാണ്. ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ റബ്ബ് കാണുന്നു, നിങ്ങൾ ഈ കാതോർത്തിരിക്കുന്ന റബ്ബ് കാണും. ഈ ഹാളിൽ എത്ര ആളുകൾ വന്നിരിക്കുന്നു റബ്ബിന്റെ അരികിൽ കണക്കുണ്ട് അല്ലേ? ഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഉത്തരം തരും. എന്നോട് ചോദിക്കണം, റബ്ബിനോടേ ചോദിക്കാവൂ, റബ്ബല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല. ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. എത്ര ഹൃദ്യമാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ആ വചനം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇശാഇന്റെ സമയമായി. ജമാഅത്തിന്റെ നമസ്കാരത്തിൽ പങ്കുകൊള്ളൂ. സുഹൃത്തെ, സുന്നത്ത് നമസ്കരിച്ചു, തറാവി നമസ്കാരത്തിൽ നമ്മൾ ഭാഗവാക്കായി. എത്രമാത്രം പുണ്യമാണ്. മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബാ, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി എൻ്റെ റബ്ബ് എനിക്ക് ഇതിന് പ്രതിഫലം നൽകണം, എൻ്റെ റബ്ബിന്റെ മുന്നിലേക്ക് ഞാൻ പോകണം. ആരോരും സഹായിക്കാനില്ലാത്തൊരു ലോകം,
ഭയാനകമായ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ എനിക്ക് മുന്നോട്ട് പോകണം. മരണം ഒരു പ്രതിസന്ധിയാണ്. ഈമാനോടെ മരിക്കണം. മലക്കുകളുടെ തൊട്ട് തലോടിലാകത്തായി ഇവിടുന്ന് പോകാൻ പറ്റണം. ഖബർ സന്തോഷകരമാകണം. ഹിസാബ് യസീറാകണം. മുസ്തഖീമായ വഴിയിൽ സിറാത്ത് കടക്കണം. ഹിസാബ് യസീറാകണം. ഈ കടമ്പകളൊക്കെ കടക്കണം. അതിനാണ് നമ്മൾ നോമ്പ് നിൽക്കുന്നത്. അതാണ് മൻ ഖാമ റമളാനൻ ഈമാനം വഹ്തിസാബാ, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ആ റമളാനിലെ നോമ്പ് നോറ്റോ അവന് അവന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമെന്നാണ്. ഒരു താല്പര്യവും നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാകല്ലേ. ഞാൻ പള്ളിയിലേക്ക് പോകുന്നവനാ, ജമാഅത്ത് നഷ്ടപ്പെടുത്താത്തവനാ, ഫുൾ ടൈം പ്രവർത്തകനാണ്, എല്ലാറ്റിലും ശ്രദ്ധയുള്ളവനാണ് എന്നാരെങ്കിലും പറയണമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ വന്നാൽ ശൈത്താൻ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ചിന്തകൾ വരുത്തും. അതിലകപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ആഖിറത്തിൽ നമ്മൾ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒറ്റ നോമ്പ് കൊണ്ട് സ്വർഗം കിട്ടുന്ന അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇത് സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിലല്ല റസൂൽ പറഞ്ഞപ്പോൾ ഫർദ് നോമ്പിന്റെ കാര്യത്തിൽ അൽഹംദുലില്ലായിരിക്കും. ഒരടിമ അല്ലേ, നമ്മൾ കഴിഞ്ഞ മാസം കുറച്ച് സുന്നത്ത് നോമ്പുകളൊക്കെ നോറ്റില്ലേ? നോൽക്കാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കാണ്. കുറച്ച് സുന്നത്ത് നോമ്പുകൾ നമ്മൾ നോറ്റു. എന്താ? അശ്രദ്ധമാകുന്ന മാസം എന്ന് പ്രവാചകൻ പറഞ്ഞൊരു മാസമാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ മാസം. നമ്മൾ ശ്രദ്ധയോടെ ഇബാദത്തുകൾ ചെയ്തു. കർമ്മങ്ങൾ റഹ്മാനായ റബ്ബിലേക്ക് കയറിപ്പോകുന്ന മാസമാണ് കഴിഞ്ഞ മാസം. നമ്മൾ കുറച്ച് നോമ്പ് നോറ്റു പ്രിയപ്പെട്ടവരെ. അപ്പോ ഒറ്റ ദിവസത്തെ നോമ്പിന് റസൂലുള്ളാഹി പറയുമാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹി ബിദാലിക യൗമിൻ അന്നാർ അൻ വജ്ഹി 70 ഖരീഫ. 70 കൊല്ലം സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ ഒരാൾ 70 കൊല്ലം യാത്ര പോയാലേ എവിടെ എത്തും? അത്രക്കും ദൂരത്തുനിന്ന് നരകവന് നരകത്തുവന് അള്ളാഹു സുബ്ഹാനഹു രക്ഷ നൽകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നിട്ട് അവസാനിപ്പിക്കാം. 1 മണിക്കൂറാണ്, ഇനി 3 മിനിറ്റ് കൂടിയുള്ളൂ. അൽഹംദുലില്ലാഹ് റഷി ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് കുറച്ച് പൈസ വേണം. ഇത് നടക്കാനുള്ള പൈസ ഇവിടുന്ന് തന്നെ കിട്ടണം. അപ്പൊ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു നല്ല നീയത്ത് വെച്ചിട്ട് കീശയിൽ നിന്ന് എടുത്തിട്ട് ബക്കറ്റ് കണ്ടിടണം. നമ്മളൊരു പ്രോഗ്രാമം കഴിയുമ്പോൾ അതിന് വിജ്ഞാനവേദി നടന്നതിൻ്റെ പൈസയുടെ ബാക്കി എന്ന് പറയാൻ പറ്റില്ല. അതിന് നമുക്കൊരു 2000 രൂപ നമുക്ക് ബാക്കിയുണ്ട്. അൽഹംദുലില്ലാഹ്. എന്തൊരു പ്രോഗ്രാമും അൽഹംദുലില്ലാഹ് നമ്മൾ നടത്തിയത് നമ്മൾ അവിടുത്തെ ആളുകളുടെ കലക്ഷൻ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ആണും പെണ്ണൊക്കെ ഇനി അടുത്ത ഞായറാഴ്ച വരുമ്പോഴും ഈ ആഴ്ച കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ കുടിക്കാരത്തുനിന്ന് വാങ്ങി വെക്കണം. ഒക്കെ ഒരു പൈസ വാങ്ങി വെക്കണം. എനിക്ക് ആ ബക്കറ്റിലിടാൻ പൈസ വേണം നിങ്ങൾ ചോദിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ കലക്ഷൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് മനസ്സ് വെക്കണം എന്ന് പറയുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് കൂടി പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പ്രധാനമാണ്. ഒരു ദിവസം ഇങ്ങനെ പൂർത്തിയായി അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ചിട്ടയോടുകൂടി അത്താഴം മുതൽ ഇങ്ങനെ ഒരു ശ്രദ്ധയോടെ നിങ്ങളെ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോയി അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷമാകും. നമ്മളൊരു പ്രവർത്തനം അതിൻ്റെ കൃത്യതയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ റാഹത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു കടന്നുറങ്ങുന്ന സമയത്ത് സ്വന്തം ഒരു ചോദ്യം, ഇന്നിപ്പോ ഞാൻ എന്തൊക്കെയാ ചെയ്തത് അല്ലേ? ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു? നിങ്ങളെ കയ്യിൽ ജസ്റ്റ് ഒരു ചെറിയ കടലാസ് അതൊക്കെ ചെയ്തോ? വൈകുന്നേരത്ത് ടിക്ക് ഞാനിന്ന് അത്താഴത്തിന് എഴുന്നേറ്റു, ആ സമയത്ത് പ്രഭാതത്തിൽ ദിക്റുകൾ ചൊല്ലി കുറച്ച് പൂർത്തിയാക്കാനുള്ള സുബഹിക്ക് ശേഷം കഴിഞ്ഞു. ഖുർആൻ ഞാൻ ഒരു ഏകദേശം ചൊല്ലി. അങ്ങനെ സുബഹി ജമാഅത്ത് കിട്ടി, 2 റക്അത്ത് സുന്നത്ത് കിട്ടി. അങ്ങനെ നമ്മളിങ്ങനെ അൽഹംദുലില്ലാഹ് വൈകുന്നേരമായി രാത്രി കടന്നുറങ്ങുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, മാതാമിൽ തോല്യോമ, ഇന്നിപ്പോൾ ഞാൻ എന്തേ ചെയ്തത്? അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. ആരുടെ വാക്കാ? ഉമർ റളിയല്ലാഹുവിന്റെ വാക്ക്. മാതാമിൽ തോല്യോമ. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം മറച്ചോനെ, ഇന്നിപ്പോ എനിക്ക് ലോഹറ് സുന്നത്ത് സ്കരിക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഇന്നൊരു വിഷയത്തിൽ ഞാൻ ഇടപെടേണ്ടതാണല്ലോ, ആ രോഗിയെ സന്ദർശിക്കാൻ പറ്റിയിട്ടില്ല, ആ പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ ഞാൻ കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിച്ചു പോകുന്നല്ലോ റബ്ബേ. അങ്ങനെ നമുക്ക് പടച്ചോനെ ചിലതിലൊക്കെ എൻ്റെ അരികിൽ അപാകത വന്നല്ലോ എന്നൊരു മനസാക്ഷിയുള്ളവന്റെ ചോദ്യത്തിന് മനസാക്ഷി കുത്തുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഞാൻ അടുത്ത ദിവസം ശ്രദ്ധിക്കും, ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകും, തിരുത്തേണ്ടത് തിരുത്തും, വരുത്തേണ്ടത് വരുത്തും തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതം അൽഹംദുലില്ലാഹ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അനുഗ്രഹത്തിന്റെ സ്വർഗം നമുക്കാണ്. പ്രിയപ്പെട്ടവരെ, തൗഹീദുള്ളവരാ ഞാനും നിങ്ങളും, ശിർക്കില്ലാത്തവരാ ഞാനും നിങ്ങളും, സൃഷ്ടിച്ച റബ്ബിനോട് മാത്രം ദുആ ഇരിക്കുന്ന മുവഹ്ഹിദീങ്ങളാണ്. നമ്മുടെ ബേസ് ക്ലിയറാണ്, അടിത്തറ കറക്റ്റാണ്. അതും എന്ത് അമലുകൾ കെട്ടിപ്പൊക്കിയാലും അൽഹംദുലില്ലാഹ് റാഹത്താണ്. അതുകൊണ്ട് സ്വർഗം നമ്മുടെ മനസ്സിൽ വെച്ച്
ആ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഇടം കിട്ടണമെന്ന ആഗ്രഹത്തോടെ നരകം എനിക്ക് വേണ്ട, ഒരു സെക്കൻഡ് പോലും ഞാൻ നരകത്തിൽ എത്തിപ്പെടരുതെന്ന് ആഗ്രഹിച്ച് നന്മയിൽ മുന്നേറുക, റബ്ബിനോട് അടുക്കുക, തഖ്വയുള്ള ഓരോരോ ദിവസവും നമ്മൾ നന്മ നിറഞ്ഞതാക്കാൻ ശ്രമിക്കുക. വിലപ്പെട്ടതാണ് സമയമെന്ന് തിരിച്ചറിഞ്ഞ് നന്മയിൽ മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയുള്ള റമളാന്റെ രാപ്പകലുകൾ ഇബാദത്തുകളാൽ ധന്യമാക്കി തഖ്വയുള്ള മനസ്സ് നേടിയെടുക്കുവാനും അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.